Greetings to you all in the matchless name of our Lord and Savior Jesus Christ, especially to Pastor K. John and the worship team and the elders of this church. ദൈവം ഇങ്ങനെ ഒന്നൊരു സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ചിലരെ എനിക്ക് പരിചയമുണ്ട്. I thank God for some familiar face. അപ്പോസ്തല പ്രവൃത്തി 19:21 ഒന്ന് വായിച്ചിട്ട് ഞാൻ എന്നെ ഇവിടേക്ക് ദൈവം അയച്ച ആ പദ്ധതിയും ആ മിഷനും പറയുവാൻ ആഗ്രഹിക്കുന്നു. In the spirit, പൗലോസ് നിശ്ചയിച്ചു. എൻ്റെ പേര് സ്റ്റാൻലി എന്നാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നാട്ടിൽ എൻ്റെ പിതാവ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചാത്തന്നൂർ സെൻറ്ററിൻ്റെ ശുശ്രൂഷകനും 4 പതിറ്റാണ്ടുകളധികമായി കർത്തൃവേലയിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പാഴ്സനേജിലാണ്. എൻ്റെ വൈഫ് ഫീബ ഇവിടെ ഉണ്ട്. പഴയ ആളുകൾക്കറിയാം, പാസ്റ്റർ ബാബു നൈനാൻ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഇളയ മകളാണ് ഫീബ. ഷീസ് വിത്ത് മീ. ഞങ്ങൾ കഴിവുള്ളിടത്തോളം ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കുടുംബമായി യാത്ര ചെയ്യും, കഴിവുള്ളിടത്തോളം. ഈ രാജ്യത്തേക്ക് ദൈവം കൊണ്ടുവന്നപ്പോൾ അതിനു മുൻപേ ദൈവം എന്നിലിട്ട ഒരു തീ, ഒരു ദൗത്യം, അതിനെപ്പറ്റി പറയാനാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പാർസനേജിൽ ജനിച്ച് വളരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ വളരുമ്പോൾ, ഒരിക്കലും പാർസനേജിൽ വളർന്നവരാരും പാസ്റ്ററാകാൻ ആഗ്രഹിക്കത്തില്ല, അല്ലെങ്കിൽ ശുശ്രൂഷയിൽ വരാൻ ആഗ്രഹിക്കത്തില്ല. ഞാൻ വളർന്നു വന്ന ആത്മീയ പാരമ്പര്യത്തെ ഓർത്ത് എപ്പോഴും സന്തോഷിക്കാറുണ്ട്. കഷ്ടതയിലും പ്രതികൂലത്തിലുമൊക്കെ അവർ പഠിപ്പിച്ച, നടത്തിയ, പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഇന്നും നമുക്കൊരു ബലമാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, അവരുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര്, അതെല്ലാം നമുക്കൊരു അടിസ്ഥാനമാണ്. പക്ഷെ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിന് ഈ ലോകത്തിലെ ഒരു ബന്ധങ്ങൾക്കും അതിനകത്ത് പുകഴാൻ പറ്റത്തില്ല, ആർക്കും അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. യാക്കോബിനെ നോക്കിയേ, ആ രാത്രിയിൽ താൻ രാത്രി മുഴുവൻ മല്ല് പിടിക്കുക ദൈവത്തോട്. അവസാനം താൻ സബ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ I will not leave you unless you bless me. എന്താ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടില്ലേ? സമ്പത്തില്ലായിരുന്നില്ലേ? കുടുംബമില്ലായിരുന്നില്ലേ? പക്ഷെ അവിടെയെല്ലാം യാക്കോബ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. There is a claim behind every blessing he have. പിതാവിനെ വഞ്ചിച്ചവൻ എന്നുള്ളൊരു പേര്, അമ്മാച്ചനെ കളിപ്പിച്ചവൻ എന്നൊരു പേര്, തൻ്റെ അനുഗ്രഹങ്ങളുടെ എല്ലാം പുറകിൽ there was a claim of something from this world. ആ മനുഷ്യൻ അറിയായിരുന്നു, എനിക്ക് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം വേണം. ആൻഡ് ഹീ ഫോട്ട് വിത്ത് ഗാഡ്. ഇൻ ഓശയ പ്രവചനത്തിൽ നാം വായിക്കുന്നത്, കണ്ണീരോടും യാചനയോടും കൂടെ ദൈവത്തോട് കരഞ്ഞു, അപേക്ഷിച്ചു. പക്ഷെ അവസാനം അവൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ എന്ത് ചെയ്യത്തില്ല, ഞാൻ നിന്നെ വിടത്തില്ല. ഒരുപക്ഷെ ആ പ്രാർത്ഥനയുടെ തുടക്കത്തിലെ താനത് പറഞ്ഞായിരുന്ന രാത്രി മുഴുവൻ മല്ല് പിടിക്കണ്ടായിരുന്നു. ടുഡേ ഐ എം ഹിയർ ടു ടെൽ 3 things where I'm coming from. What is the mission God has entrusted me? Third, what is the challenge I want to present in front of you? എൻ്റെ ലൈഫിനെ ദൈവം അങ്ങനെ മാറ്റിമറിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദൗത്യത്തിൽ ഞാൻ ആയിരിക്കുന്നു. So I wanted to do things in my way. നല്ല ജോലി കിട്ടണം, നല്ല ഫീൽഡിൽ ജോലി കിട്ടണം, പൈസ ഉണ്ടാക്കണം. ആ പൈസ കൊണ്ട് എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം ഒരു ആവറേജ് പെന്തക്കോസ്ത് കുടുംബത്തിൽ വളരുന്നവരുടെ ഒരു ആഗ്രഹമാണ്. അതിലൊന്നും തെറ്റില്ല. ദൈവം അതെല്ലാം കാണിച്ചു തന്നു. നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല ജോലി തന്നു, ഏവിയേഷനിലുണ്ടായിരുന്നു, പല ടോപ്പ് കമ്പനീസിൽ വർക്ക് ചെയ്തു. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞു, എനിക്ക് നിന്നെയാ വേണ്ടത്. ഐ ഡോണ്ട് വാണ്ട് യുവർ മണി, ഐ ഡോണ്ട് വാണ്ട് യുവർ ജോബ്, ഐ ഡോണ്ട് വാണ്ട് യുവർ എഡ്യൂക്കേഷൻ, ഐ വാണ്ട് യു എന്ന് പറഞ്ഞു. ബാക്കി ആരും ദൈവത്തിൻ്റെ വേല ചെയ്യുന്നില്ല എന്നല്ല. ഇന്ന് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അതിനനുസരിച്ച് നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഈ പൗലോസ് ഇങ്ങനെയാ പറയുന്നത്, ഞാൻ ഉറപ്പിച്ചു. താൻ ഈ വാക്യം എഴുതുമ്പോൾ തൻ്റെ 2ാം മിഷണറി യാത്രയിൽ AD 55-56 കാലഘട്ടങ്ങളിലാണ് താൻ ഇത് എഴുതുന്നത്. But it took 5 years for him to get to Rome. റോമിലെത്തുവാൻ 5 വർഷങ്ങൾ കൂടി എടുത്തു. ആ 5 വർഷങ്ങളുടെ യാത്രക്കിടയിൽ
കപ്പൽ ഛേദത്തിലകപ്പെട്ടു, തടവിലകപ്പെട്ടു, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയി. പക്ഷെ പൗലോസിനൊരു ഉറപ്പുണ്ടായിരുന്നു, തന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ ദൂത് ദൈവം നിവർത്തിക്കും. എന്നാൽ അതിനു വേണ്ടി താൻ ഒരു സ്റ്റെപ്പ് എടുക്കണമായിരുന്നു. നാം എല്ലാം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിനൊരു ഹിതമുണ്ട്, അതെല്ലാം നടക്കും. അങ്ങനെയല്ല. God has given you choices to take a strong decision where you want to go and what you want to do. God will never force you. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ എന്ത് ചെയ്യത്തില്ല, ഫോഴ്സ് ചെയ്യത്തില്ല. Today, at the end of this message, we traveled almost 2 hours to get here. But I know that there is a purpose. Sunday ആരാധനയായതുകൊണ്ട് സമയത്തിന് there is a limitation. But I want to stand in within the time and I want to let you know what God wanted you to do. അങ്ങനെ പല രാജ്യങ്ങളിൽ എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ട്രാവൽ ചെയ്യാനായിട്ടുള്ള ദൈവം അവസരം തന്നു. When I was 11 years old, God gave me a promise. I will send you to nations without a visa or a ticket. And God did it. With Indian passport, I traveled. God sent me to different nations. പക്ഷെ ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ, ആദ്യമേ ഞാൻ UK എത്തിയപ്പോൾ I was so excited. നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മളൊരു പാശ്ചാത്യ രാജ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ക്രിസ്ത്യൻ രാജ്യം. But what I saw there, I have been there multiple times, what I saw there, it really shook me. യൂറോപ്പ്, പല രാജ്യങ്ങളിൽ ക്രിസ്തീയ വിശ്വാസത്തിനും ദൈവത്തിൻ്റെ പ്ലാനിനും വേണ്ടി നിന്ന ഈ സ്ഥലങ്ങളൊക്കെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. And God put a fire in me. I had to do something. It was always in me. When I came to this nation, I came on a divine assignment. I used to work with Emirates. I got married to my wife. She came to Dubai. We prayed and asked, Lord, what do you want us to do? നമ്മുടെ ഭാരതത്തിൽ 1.4 ബില്യൺ ആളുകളുണ്ട്, അല്ലേ? എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് ഭാരതത്തിൽ ആവശ്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ഈ രാജ്യത്ത് ചിലത് ചെയ്യാനുണ്ട്. 2 ഉദ്ദേശങ്ങളാണ്. There are 2 missions in every person's life. One, we should get to heaven and eternity. Another equally important mission, God have a plan in this world with your lifetime. നിങ്ങളുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ ചിലതൊക്കെ ദൈവത്തിന് ചെയ്യാനുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ കേട്ട് വളരുന്ന എന്തോ സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം. അങ്ങനെ സ്വർഗത്തിൽ പോകണമായിരുന്നെങ്കിൽ പിന്നെ അവിടെ ഇരുന്നാൽ പോരായിരുന്നു, ഇങ്ങോട്ട് വരുന്ന എന്തിനാ? യെസ്, ഡെഫിനറ്റ്ലി നിത്യതയിൽ നമ്മൾ പോകണം. പക്ഷെ അത് കേവലം സ്വാർത്ഥമായ ഒരു ആഗ്രഹമല്ലേ, എനിക്ക് മാത്രം അങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി. ദൈവം ഇങ്ങോട്ട് അയച്ചത് 70, 80, 100 വർഷം. വി ഹാവ് എ മിഷൻ ടു അക്കംപ്ലിഷ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ നമുക്കൊരു പദ്ധതിയുണ്ട്. ശരിയാ, നമ്മളെല്ലാം ഇന്ത്യക്കാരായി ജനിച്ചു. ഇന്ത്യയിൽ സുവിശേഷത്തിന് സാവകാശമോ ആവശ്യമോ ഡിമാൻഡോ ഇല്ലാഞ്ഞിട്ടല്ല. ഗോഡ് സെൻഡ് ഈച്ച് വൺ ഓഫ് യു ടു ദിസ് കൺട്രി. ഹൗ മെനി ഓഫ് യു ബിലീവ് ദാറ്റ് ഗോഡ് സെൻഡ് യു ഹിയർ? എത്ര പേർ വിശ്വസിക്കുന്നു ദൈവമാ നിങ്ങളെ ഇവിടെ അയച്ചത്? 43 മില്യൺ ആളുകൾ മാത്രമുള്ള ഈ കാനഡയിൽ എന്തിനു ദൈവം അയച്ചു? There are 2 purposes which I realized. 1, ഈ രാജ്യത്തോട് ദൈവത്തിനൊരു കടപ്പാടുണ്ട്. 2, ഇവിടെ ഒരു ഉണർവുണ്ടാകുമ്പോൾ ദൈവം ലോക രാജ്യങ്ങളിൽ ഇവിടെ നിന്നുള്ളവരെ ഉപയോഗിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാനിത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരോടും ആയിരിക്കത്തില്ല ഈ മെസ്സേജ്, പക്ഷെ I know that if one person receive it, that's going to change your life and the mission what God has entrusted me with. ദുബായിലോ ആഫ്രിക്കയിലോ ഇന്ത്യയിലോ എവിടെയായാലും ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അവിടമാ നിന്റെ സ്വർഗം. ഞാൻ എപ്പോഴും പറയും, ഞാൻ കുറെ കാലമൊക്കെ ഇമിഗ്രേഷൻ സൈഡിൽ കുറെ പേരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവം നിന്നെ എവിടെ അയക്കുന്നോ അവിടെയാണ് നിന്റെ സ്വർഗം. ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത്, അത് ആഫ്രിക്കയാണെങ്കിൽ അവിടെ, ഗൾഫ് ആണെങ്കിൽ അവിടെ, ഇന്ത്യ ആണെങ്കിൽ അവിടെ. അല്ലാതെ നമ്മൾ പോകുന്നതിന്റെ പുറകെ അല്ല. വചനം എന്താ പറയുന്നത്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന്, അതോടുകൂടി ഇതൊക്കെയും തരാം. ദൈവം നിന്നെ ഇവിടെ അയച്ചെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിനൊരു പദ്ധതി ഈ രാജ്യത്തോടുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, 1 വർഷത്തോളം പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ എമിറേറ്റ്സിലായിരുന്നു, അവിടുന്ന് ജോലി വിട്ട് ഇവിടെ വരാൻ പറഞ്ഞു. പലരും എന്നോട് പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിം ഹോട്ടൻസിൽ ജോലി ചെയ്യും, ഗ്യാസ് സ്റ്റേഷനിൽ. ഞാൻ പറഞ്ഞു, ഐ എം ഓക്കെ, ഐ നോ ഫ്രം വെയർ ഐ എം കമ്മിങ് ഫ്രം. നമ്മളിതൊന്നും കൊണ്ടുവന്നിട്ടില്ല, അല്ലേ? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തെ നോക്കി ഒത്തിരി സ്ട്രെസ് ആവുന്നവരാ. When I came here, I don't have to even wait for a week. I got into one of the best organizations here in an aerospace and I worked there. Lord bless me every day, every month. മാനേജ്മെന്റിന്റെ പടവുകളൊക്കെ ചവിട്ടിക്കേറി. പക്ഷെ അതോടൊപ്പം മിനിസ്ട്രിയും 2018 ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങളിവിടെ വന്നപ്പോൾ കർത്താവ് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, യു ഓ സംതിങ് ബാക്ക് ടു ദിസ് ജനറേഷൻ. ഈ തലമുറയ്ക്ക് നീ ചിലത് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് അതെന്താണ്? ചില ആഴ്ചകളും മാസങ്ങളും ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഈ രാജ്യങ്ങളിൽ നിന്ന്, കാനഡ എന്ന് പറഞ്ഞൊരു ഇമിഗ്രന്റ് കൺട്രി അല്ലേ,
ഇവിടെ ഒരുപക്ഷെ 200, 300, 400 വർഷം മുമ്പ് പലരും കുടിയേറി പാർത്തു. UK-യിൽ നിന്ന്, അയർലൻഡിൽ നിന്ന്, ഓസ്ട്രിയയിൽ നിന്ന്, US നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നു. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ലേറ്റ് 1800s, early 1900s ഒരുപാട് മിഷണറിമാർ സുവിശേഷവുമായി വന്നു. നമുക്ക് തോമാസ് ലീഹയുടെ കാലം മുതലുള്ള പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു ഉണർവ് നടക്കാനായിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരുപാട് മിഷണറിമാരെ ഉപയോഗിച്ചു. ആ മിഷണറിമാരുടെ ഒക്കെ ആ സഭകളോ അവരുടെ കൂട്ടങ്ങളിലോ ഒക്കെയുള്ള 3, 4 തലമുറകളൊക്കെയാണ് ഇന്ന് ഈ കാനഡയിൽ പലരും ഉള്ളത്. ഇവരെല്ലാം നമ്മുടെ ഭാരതത്തിൽ എന്ത് ചെയ്തു? അവർ ഇൻവെസ്റ്റ് ചെയ്തു. They sent millions of dollars, they sent people, they died for Christ. അങ്ങനെ നമ്മുടെ വല്യപ്പച്ചന്മാരൊക്കെ പാരമ്പര്യമായി പലരും ക്രിസ്തീയ വിശ്വാസമായിരുന്നെങ്കിൽ പോലും അവരൊക്കെ എന്ത് ചെയ്തു? വിശ്വാസത്തിലേക്ക് വന്നു. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിനെ സ്വീകരിച്ചു. താനൊരു പാസ്റ്ററായി സുവിശേഷകനായി ജീവിച്ചു. എൻ്റെ പിതാവിൻ്റെ 5 സഹോദരങ്ങൾ, അവരെല്ലാവരും ദൈവവേലയിൽ വ്യാപൃതരായിരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടു, അല്ലേ? സുവിശേഷം നമ്മുടെ രാജ്യത്ത് എത്തിയത് കൊണ്ട് നമ്മുടെ ഒന്നും കുടുംബങ്ങളിൽ ഈ രാജ്യത്ത് കാണുന്നത് പോലെയുള്ള പ്രശ്നങ്ങളില്ല. എന്നാൽ നമ്മെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അന്ന് അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി നിന്നവരുടെ 4, 5, 6 തലമുറകൾ എന്ത് ചെയ്യുക? ഇവിടെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരവിടെ വിതച്ചു, നമ്മൾ കൊയ്തു, നമ്മെ ദൈവം ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. യു ഓഫ് സംതിങ് ബാക്ക് ടു ദിസ് ജനറേഷൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ തലമുറയോട് നിങ്ങൾക്കൊരു കടപ്പാടുണ്ട്. 2, ഈ രാജ്യത്തെ എങ്ങനെയാ ദൈവം അനുഗ്രഹിച്ചത്? കേരളത്തിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല? ഇതിന്റെ വേറൊരു വശം കൂടെ ഞാൻ പറയുകയാണ്. ഇന്ത്യയിൽ സമ്പത്തില്ലാഞ്ഞിട്ടല്ല ഇന്ത്യ അനുഗ്രഹിക്കപ്പെടാത്തവർ. മില്യനേഴ്സ് ആൻഡ് മൾട്ടി ബില്യനേഴ്സ് ഇന്ത്യയിലുണ്ട്. ബട്ട് ഇന്ത്യ വിൽ നെവർ ബി എ ബ്ലെസ്ഡ് നേഷൻ unless they come back to the real God. Idol worship is an abomination and all those things. But how God blessed a small country. Geographically this is a big nation, but demographically it's few million people. How God blessed Canada or US. നമ്മൾ പലപ്പോഴും അമേരിക്കയും കനേഡിയൻ സംസ്കാരത്തെ തള്ളിപ്പറയും. എന്നിട്ട് നമ്മൾ ഇവിടെയല്ലേ വന്നത്? എന്തിനു വേണ്ടിയാ? 90% പേരും വരുന്ന നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാ. എന്തുകൊണ്ടാണ് ദൈവത്തിന് നമ്മളെ അവിടെ അനുഗ്രഹിക്കാഞ്ഞത്? കേരളത്തിൽ അനുഗ്രഹിക്കാൻ പറ്റത്തില്ലായിരുന്നോ? There is a reason why the economy and the system and the original culture of this land was blessed. This land had nothing few hundred years ago, but settlers came and they built this country and they built altar in every city and every corner of this nation. ഓരോ പട്ടണത്തിലും ഓരോ മെയിൻ സ്ട്രീറ്റ് വന്ന് എത്തി നിൽക്കുന്ന എവിടെയാ? ഒരു ചർച്ചിലാ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 150 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു മനുഷ്യനെ അയച്ചു. മേ ബി an Anglican, maybe a United, maybe a Baptist, doesn't matter, but God used that person to build something in this nation. ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നും ഈ മഞ്ഞുകാലത്ത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അല്ലെ? പലരെ കിട്ടും. പക്ഷെ God sent somebody 200 years ago, 200 വർഷം മുമ്പ്, 150 വർഷം മുമ്പ് സുവിശേഷവുമായി ദൈവം പലരെ അയച്ചു. അവർ ഈ രാജ്യത്തെ കെട്ടിപ്പടുത്തത് വചനത്തിലും ആത്മീയ ഉപദേശങ്ങളിലുമാണ്. അതിൻ്റെ അനുഗ്രഹമാണ് ഈ രാജ്യത്തിനുള്ളത്. എന്നിട്ട് അവർക്ക് ദൈവം വിസ്ഡം കൊടുത്തു, എങ്ങനെ ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാം. All our constitutions are based on First Chronicles, Second Chronicles, Leviticus, Numbers. ഈ നമ്മുടെ ഈ കനേഡിയൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഡിറൈവ് ചെയ്യുവാൻ കാരണമായത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാനഡ എന്നൊരു നേഷൻ 1867 ജനിക്കുമ്പോൾ 4 പ്രോവിൻസസ് ഈ രാജ്യത്തിനുള്ളായിരുന്നു. 4 പ്രോവിൻസ്. അന്ന് അപ്പർ കാനഡ, ലോവർ കാനഡ എന്നറിയപ്പെട്ടു. ക്യൂബെക്, ഒണ്ടേരിയോ, ലോവർ കാനഡ, അപ്പർ കാനഡ, നോവസ്കോഷ്യ, ന്യൂ ബ്രൗൺസ്വിക്. ഒരുപാട് പേര് ശ്രമിച്ചു കാനഡ എന്നൊരു രാജ്യം ഉണ്ടാകാൻ. ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചവരുടെ പേരാണ് സാമുവൽ ലിയോനാർഡ് ടില്ലി. അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫാദറാണ്, ഫ്രം ന്യൂ ബ്രൗൺസ്വിക്. താൻ ഒരു ഭക്തനായിരുന്നു, താൻ വചനം വായിക്കുന്നവരായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു, താൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു, താൻ പൊളിറ്റീഷ്യനായിരുന്നു. 10-20 വർഷം താൻ ശ്രമിച്ചു ഇവിടെ ഒരു ഐക്യത ഉണ്ടാകാൻ. നടന്നില്ല. എന്നാൽ ഒരു ദിവസം 1864 താൻ വചനം വായിക്കാനായിട്ട് രാവിലെ തന്റെ പുസ്തകം എടുപ്പോൾ സങ്കീർത്തനം 72:8 he read like this: God will have dominion from sea to sea and from rivers to the ends of the world. അങ്ങനെ ഒരു വചനം തൻ്റെ കണ്ണിൽ പെട്ടു, അത് തന്നെ സ്പർശിച്ചു. താൻ ഇങ്ങനെ എഴുതി, ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൊമീനിയൻ ഓഫ് കാനഡ എന്നൊരു രാജ്യം ഇവിടെ ഉണ്ടാകണം. ആ പേര് താൻ നിർദ്ദേശിച്ചു. നോക്കിയേ, 10-20 വർഷം താൻ ശ്രമിച്ചിട്ട് നടക്കാഞ്ഞത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് ക്രൗൺ അംഗീകരിച്ചു. അങ്ങനെയാണ് ഡൊമീനിയൻ ഓഫ് കാനഡ എന്ന് പറഞ്ഞ കാനഡ എന്ന ഈ രാജ്യം. ഇവിടെ പല കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ദൈവവചനത്തിന്റെ റെവലേഷനിലാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിന് ഇവിടെ പവർ ഉണ്ട്.
ആരൊക്കെ എന്തൊക്കെ തടഞ്ഞാലും ഞാൻ അതിലേക്ക് വരികയാണ്. ആ പ്രപ്പോസൽ അംഗീകരിച്ചു. 3 വർഷങ്ങൾ എടുത്തെങ്കിലും 1867 ജൂലൈ 1 അത് ഡിക്ലെയർ ചെയ്തു, ഡൊമീനിയൻ ഓഫ് കാനഡ. താൻ അന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു, ഫ്രം സീ ടു സീ ആൻഡ് റിവേഴ്സ് ടു ദി എൻഡ് ഓഫ് ദി എർത്ത്. അന്ന് പക്ഷേ കാനഡ അങ്ങനെ ആയിരുന്നില്ല, കേവലം 4 പ്രോവിൻസസേ ഉള്ളൂ. ബട്ട് ടുഡേ ഫ്രം അറ്റ്ലാന്റിക് ടു പസഫിക് ദൈവം ആ പ്രഖ്യാപനത്തെ എന്ത് ചെയ്തു? ഓണർ ചെയ്തു. ദാറ്റ് വാസ് എ പ്രൊഫറ്റിക് ഡിക്ലറേഷൻ. ആൻഡ് ടുഡേ കാനഡ ഹാവ് 10 provinces and 3 territories. എന്താ ഞാൻ പറഞ്ഞു വന്നത്? അങ്ങനെ ഒരു പിതാവ് ദൈവവചനം ഉയർത്തിയത് കൊണ്ട് ഈ രാജ്യം ഉളവായി. പിന്നീട് ഒരുപാട് ചരിത്രങ്ങളൊന്നും പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. So God built this nation on the word of God. നിങ്ങൾ മറക്കരുത്, ഇവിടെ എന്തൊക്കെ വോക്ക് കൾച്ചർ വന്നാലും, എന്തൊക്കെ ഐഡിയോളജീസ് വന്നാലും, you should never forget that God brought you here with a mission and you have all the resources you need. Every support you have in this word and the kingdom will stand with you. എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദൈവം എന്നോട് പറഞ്ഞു, ഈ രാജ്യത്തോട്, ഈ തലമുറയോട് നിനക്കൊരു കടപ്പാടുണ്ട്. ഞാൻ കർത്താവ്, ഇതെങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? 2018 ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയിലൂടെ ഞങ്ങളെ പീറ്റർബറോയിലേക്ക് വിട്ടു. കുറെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനാ പോയത്. പക്ഷേ 1 വർഷം തികയുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അയച്ചത് കുറച്ചു പേർക്ക് കഞ്ഞിയും പയറും ഒക്കെ കൊടുത്ത്, ഫുഡും ഒക്കെ കൊടുത്ത് അങ്ങനെ ആടിപ്പാടി നടക്കാനല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഈ രാജ്യത്തോടൊരു കടപ്പാടുണ്ട്. അങ്ങനെ ദൈവം വാതിലുകളെ തുറന്നു. കർത്താവിനോട് പറഞ്ഞു, അവിടുത്തെ MP-യുടെ ഓഫീസിൽ പോയി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് ഞങ്ങൾ അവിടെ ചെന്നു. ആർക്കും ആരെ അറിയത്തില്ല. 100 പേർ അവിടെ കൂടിയിട്ടുണ്ട്. ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നത് എന്തുദ്ദേശത്തിലാണ്? ആരെങ്കിലും കാണാനാണോ? വൈ യു ആർ ഹിയർ? വെരി വെരി പൊളൈറ്റ്ലി. ഞാൻ പറഞ്ഞു, ലോർഡ് ആസ്ക്ഡ് മീ ടു കം ആൻഡ് പ്രേ ഫോർ ഡേവ് സ്മിത്ത്. പുള്ളിക്കാരി പറഞ്ഞു, വാവ്, ദാറ്റ്സ് ഇൻക്രെഡിബിൾ. ബൈ ദ വേ, ഐ ആം ഹിസ് മദർ ഇൻ ലോ. ഞാൻ ഡേവിനോട് പറയാം. അങ്ങനെ ആ മനുഷ്യൻ അത് അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വാ, അന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നടുവിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ കൂടി വന്ന ചിലർ വിശ്വാസികളുണ്ടായിരുന്നു, അവർ മുന്നോട്ട് വന്നു. അങ്ങനെ ദൈവം ഒരു വാതിൽ അവിടെ തുറന്നു. കൂടി വരുവാൻ ഒരു ആരാധനാലയം ഏകദേശം 3.5 വർഷത്തോളം ഒരു റെന്റുമില്ലാതെ ദൈവം തന്നു. പക്ഷെ എനിക്കറിയായിരുന്നു, ഒരു സഭ കെട്ടിപ്പടുക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്ത് ദൈവരാജ്യത്തിൻ്റെ ഒരു പദ്ധതിയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഭാരതത്തിൽ നിന്നും പല നമ്മുടെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഇവിടെ മിഷന് വേണ്ടി ആളുകൾ വരാറുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതിനെ ഒന്നും തുച്ഛീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ആ കോളിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. പക്ഷെ എൻ്റെ ഉള്ളിൽ കത്തുന്ന ഒരു തീയുണ്ട്. നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഈ രാജ്യത്തോട് ചില കടപ്പാടുണ്ട്. നിങ്ങൾ ഇവിടെ വിതച്ചാൽ ഇവിടെ കൊയ്യും. I want to repeat that. If you sow into this country, you are going to reap in this nation. ഞാൻ എപ്പോഴും പറയും, നമ്മൾ പോയി ബർഗർ കിങ്ങിൽ പോയി കഴിച്ചിട്ട് മക്ഡൊണാൾഡ്സിൽ പോയി പേ ചെയ്യാൻ നിൽക്കരുത്. ദൈവം നിങ്ങളെ ആക്കി വെച്ചെടുത്ത് നിങ്ങൾ വിതച്ചാൽ ഒരു കൊയ്ത്തുണ്ടാകും. ആ കൊയ്ത്തിൽ നിന്ന് നിനക്ക് അനേകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ കഴിയും. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. ഒരുപക്ഷെ ചിലരുടെ ബിസിനസ്സുകാരായിരിക്കാം, ചിലർ ജോലിക്കാരായിരിക്കാം, ചിലർ പാസ്റ്റേഴ്സ് ഓർ മിഷൻസ് ആയിരിക്കാം. ഏതാണോ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസ്തരാകണം. കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ സാധാരണ നമ്മുടെ ചർച്ചകൾ അത് പറയാറില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. പലപ്പോഴും പറയും, പാസ്റ്റർ എനിക്ക് സമയമില്ല. ഞാൻ എന്ത് ചെയ്യുക? പൈസ ഉണ്ടാക്കാൻ എന്ത് ഓടുക. അതൊരിക്കലും തെറ്റില്ല. പക്ഷെ നീ പൈസ കൊണ്ട് ദൈവത്തെ മാനിക്കണം. ഞാൻ ബിസിനസ്സുകാരോട് പറയാം, എൻ്റെ കൂട്ടുകാരൻ നല്ലൊരു ബിസിനസ്സുകാരനാണ്. $1000 കിട്ടുമ്പം 100 കൊടുക്കാൻ എളുപ്പമാണ്. 10,000 കിട്ടുമ്പം 1000 കൊടുക്കാൻ എളുപ്പം. പക്ഷെ അതിന് മേലോട്ട് മലയാളികൾക്ക് പറ്റത്തില്ല. ദൈവം എവിടെ നിന്നെ ബ്ലസ് ചെയ്തോ, നീ അതിനൊത്തവണ്ണം വിതയ്ക്കാൻ തയ്യാറായാൽ അത് നീ ചെയ്യണം. എല്ലാവരും പുൾപിറ്റിൽ വന്ന് പ്രസംഗിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവരും ഈക്വലി ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി ദർ ഇസ് എ പർപ്പസ് ഇൻ ദിസ് നേഷൻ. ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ഇവിടെ ഈ സഭ വളരണം, അതിനാവശ്യങ്ങളുണ്ട്. ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. അപ്പോൾ കർത്താവിനോട് ഞാൻ കർത്താവ് എങ്ങനെ ചെയ്യും? 2019 ദൈവം ഒരു ആശയം തന്നു. ഇവിടെയുള്ള പബ്ലിക് സ്പോട്ടുകളിലേക്ക് സുവിശേഷവുമായി പോകാൻ തയ്യാറാകണം. പബ്ലിക് സ്പോട്ടുകൾ വഴി പോയി വെറുതെ ബോർഡും പിടിച്ച് നിൽക്കുന്നതല്ല. എന്നോട് ജിജോ ബ്രദർ വിളിച്ചു പറഞ്ഞു, എനിക്കൊന്ന് ഇവിടുന്ന് അനീഷ് ബ്രദർ എന്നോട് സംസാരിച്ചിരുന്നു. ഐ ബിലീവ് അനീഷ് ഈസ് ഹിയർ. നോ, ഓക്കെ. സോ പല ചർച്ചകൾ വിളിക്കാറുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഹീസ് ഹിയർ ഈവൻ. ഞാൻ പറയും, ബ്രദറെ, വെളിയിൽ പോയി ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് അതെടുത്ത് ഫേസ്ബുക്കിൽ ഇടാനാണെങ്കിൽ ഞങ്ങൾ വരത്തില്ല. അതല്ല. വാട്ട് വി ആർ ഡൂയിങ് ഇസ് എ സ്പിരിച്വൽ വാർഫെയർ. ഇതൊരു ആത്മീയ പോരാട്ടമാണ്.
ഞങ്ങൾ തനിയെ, ഞാനും എൻ്റെ വൈഫ്, ആ കാലങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിച്ചു ഒരു സഭ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, ആരെങ്കിലും മുന്നോട്ട് വന്നിരുന്നെങ്കിലൊക്കെ. പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. When you don't get the support what you expect, don't be disappointed. നിന്റെ ജീവിതത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചവരോ പ്രതീക്ഷിച്ചവരോ ഒന്നും നിന്നെ സഹായിക്കാതിരിക്കുമ്പോൾ നീ ഹല്ലേലൂയ പറയണം. കാരണം എന്താ? മഹത്വം ദൈവത്തിനാ. ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. അത് ദൈവത്തിന് മാത്രമാ മഹത്വം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്താ? ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ചപ്പന്നും ചവർന്നു എണ്ണുന്നു. ഈ ലോകത്തിൽ പലതിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് that is our priorities and we see God's plans and purpose based on that priority. ദൈവം നിന്നെ വിളിച്ച വിളി നിന്റെ ജോലിയോടൊപ്പം, ജോലിയിലൂടെയാണ് നീ കാണുന്നതെങ്കിൽ, നിന്റെ ബിസിനസ്സിലൂടെയാണ് നീ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ഈ ലോകത്ത് സമ്പാദിക്കുന്ന പല കാര്യങ്ങളിലൂടെയാണ് ദൈവിക പദ്ധതിയെ കാണുന്നതെങ്കിൽ, you will miss the powerful revelation of what God has called you. മുമ്പേ അവന്റെ രാജ്യവും നീതിയും എന്ത് ചെയ്യണം? അന്വേഷിപ്പീൻ. അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, your grace is sufficient for me. നിന്റെ കൃപ മതി, എൻ്റെ ബലഹീനതയിൽ എന്ത് ചെയ്യും? അത് തികഞ്ഞു വരും. എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. I am proud when I am weak. എന്താ പൗലോസ് അങ്ങനെ പറഞ്ഞത്? എന്നെ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, എന്നെ സഹായിപ്പാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയാതിരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും. കാരണം എന്താ? അവിടെ ആരിറങ്ങി വരും? ദൈവം ഇറങ്ങി വരും. God will come down. When God comes down, he have a minimum standard. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ദൈവം നിന്നെ സഹായിക്കാൻ ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന് എന്തോ ഉണ്ട്? ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. ദാറ്റ് സ്റ്റാൻഡേർഡ് ഈസ് വേ ഹയർ ദാൻ എനിബഡി സ്റ്റാൻഡേർഡ്. ഈ ലോകത്ത് നിന്നെ സഹായിക്കാനോ വരാനോ കഴിയാവുന്നതിലൊക്കെ അപ്പുറമായിരിക്കും. ഇഫ് പീപ്പിൾ ലിഫ്റ്റ് യു, മനുഷ്യൻ നിന്നെ ഉയർത്തിയാൽ അവന്റെ തോൾ വരെ ഉയർത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിൽ താന്നിരുന്നാൽ അവൻ നിന്നെ ഉയർത്തും. ആർക്കും അതിനെ തകർക്കാൻ കഴിയത്തില്ല. എങ്കിലും ആ ഉയർച്ച ഒരിക്കലും നിന്റെ വ്യക്തിപരമായ നേട്ടത്തിനല്ല, മറിച്ച് എന്തിനു വേണ്ടിയാ? ദൈവരാജ്യത്തിന് വേണ്ടിയാ. കർത്താവ് പറഞ്ഞു, ഒരാശയം ദൈവം തന്നു, ഗുഡ് ന്യൂസ് ഫെസ്റ്റിവൽസ്, സുവിശേഷ യോഗങ്ങൾ. ഇവിടെ ക്രിസ്ത്യൻ മ്യൂസിക് ഫെസ്റ്റ് എന്ന് പറഞ്ഞ ആളുകൾ വരും, സുവിശേഷ യോഗം എന്ന് പറഞ്ഞ ചിലർക്ക് എതിർപ്പാണ്. കാനഡയിൽ ഞാൻ കണ്ട ഒരു പ്രതിഭാസം, ഞാൻ പല ചർച്ചുകളിൽ, ഇവിടെയുള്ള ഇംഗ്ലീഷുകാരുടെ പല ചർച്ചുകളിലും പഴയ ചർച്ചുകളിലൊക്കെ ഞാൻ പോകും, അവരോട് ബന്ധം പുലർത്താൻ അവിടെ ശുശ്രൂഷിക്കാറുണ്ട്. പല കനേഡിയൻസിനും അവർക്ക് യേശുവിനെ ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് ചർച്ചിനോട് താല്പര്യമില്ല. They don't want to be part of anything what they call as a religion. അവിടെയാണ് യേശുവിൻ്റെ സ്നേഹവുമായി അവരിലേക്ക് ഇറങ്ങണം. ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷിപ്പ് ഇവിടെ നടന്നു, ഒത്തിരി ടാലന്റ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് ഈ 4 ചുവരുകൾക്കുള്ളിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. എന്താണ് ഒരു ചർച്ചിന്റെ നമ്പർ 1 പർപ്പസ്? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ചർച്ച്? എന്തിനാ ഇതെല്ലാം ഉണ്ടായത്? എന്തിനാണ് കമ്മിറ്റി? എന്തിനാണ് നമ്മുടെ ആരാധനാലയം? ഇതിന്റെ ഒരു ഫസ്റ്റ് പർപ്പസ്, go and preach the word to the nations. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, മറിച്ച് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. യു ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട്. നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. നമുക്ക് ആരാധന വേണം, നമുക്ക് ദൈവദാസന്മാർ വേണം, നമ്മൾ വചനം പഠിക്കണം, നമുക്ക് പ്രവാചകന്മാർ വേണം, നമുക്ക് ഉണർവ് യോഗങ്ങൾ വേണം. എന്തിനാ ഇതെല്ലാം സംഭരിക്കുന്നത്? ഞാൻ പെന്തക്കോസ്ത് സഭകളെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്, പെന്തക്കോസ്ത് സഭകൾ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ സംഭരിച്ചു വെക്കുന്ന ഒരു ആയുധശാലയാ. ഇതിനകത്ത് ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള ആളുകളുണ്ട്. പക്ഷെ ഇതിനെ നീ റിലീസ് ചെയ്തില്ലെങ്കിൽ, ഈ ആയുധങ്ങളെ റിലീസ് ചെയ്തില്ലെങ്കിൽ ഒരെണ്ണം പൊട്ടിയാൽ മതി, ഇത് മുഴുവൻ ആട്ടപടലെ പൊട്ടും, 4ആയിട്ട് പിരിഞ്ഞു പോകും. എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് സഭകൾ വളരും തോറും പിളരുന്നത്? പലരും അതിനെ കളിയാക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന അത്യന്ത ശക്തിയെ അതിനെ ഉപയോഗിക്കാതിരുന്നാൽ ഇത് പൊട്ടിച്ചിതറും. God has called us with a mission. ഒരു ചർച്ച്, ദൈവം അതിനകത്ത് വിളിച്ചിരിക്കുന്ന വിളിയുള്ളവരെ എന്ത് ചെയ്യണം? മിഷനിലേക്ക് അയക്കണം. അങ്ങനെ വരുമ്പോൾ സഭകൾ വളരും. ഇന്ന് ഇവിടെ പല സിറ്റീസ്, ഞാൻ കൂടുതൽ പോകുന്നത് GTA അല്ല, ഞങ്ങൾ പോകുന്ന പ്രാന്ത ഗ്രാമപ്രദേശങ്ങളില്ല. കാണാൻ പോലും നമ്മുടെ ഒരാളുകളും ഇല്ലാത്തടത്ത് സുവിശേഷവുമായിട്ട് പോകാൻ ദൈവം സഹായിച്ചു. അവിടെയൊക്കെ സഭകൾ ഉണ്ടാകണം. ഇന്ന് എത്രയോ ചർച്ചുകൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട്, ഞങ്ങളുടെ ചർച്ച് ഒന്ന് ഏറ്റെടുക്കാമോ, ഇതിനെ ഹെൽപ്പ് ചെയ്യാമോ? ചർച്ചുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുക, സഭകൾ വളരണം. കർത്താവ് എനിക്കിങ്ങനെ ഒരു ആശയം തന്നു. ഞാൻ കർത്താവ് എങ്ങനെ നടക്കും? എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്, ഞങ്ങളൊരു വലിയ ചർച്ചൊന്നുമല്ല. കർത്താവ് എന്നോട് പറഞ്ഞു, ഈ പട്ടണത്തിലെ ഏറ്റവും നല്ല സ്ഥലം, അവിടുത്തെ പീറ്റർബോറോയിലെ ഏറ്റവും നല്ല സ്ഥലം ഡെൽക്രറി പാർക്കാണ്. അവിടെയാണ് വലിയ ഈവൻറ്റ്സ് നടക്കുന്നത്, വലിയ സ്റ്റേജ് ഉണ്ട്. സമ്മറിൽ പീറ്റർബോറോ മ്യൂസിക് ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവം 35 വർഷമായിട്ട് നടക്കുക. 10,000 കൂടുന്ന ഒരു സെക്യുലർ മ്യൂസിക് ഇവൻ്റാണ്. 2018 അവസാനത്തോടു കൂടെ ഞാൻ ഇതിൻ്റെ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ മ്യൂസിക് ഫെസ്റ്റിൻ്റെ അടുത്ത് ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവിടെയുള്ള ഒരു സഹോദരി ചോദിച്ചു, ലീസ ഇതെന്താണിത്? പുള്ളിക്കാരി പറഞ്ഞു, ഇതൊരു മ്യൂസിക് ഫെസ്റ്റാണ്, സെക്യുലർ മ്യൂസിക് ഫെസ്റ്റാണ്.
ഞാൻ പറഞ്ഞു, ഇവിടെ ക്രിസ്ത്യൻ സോങ്സ് പാടുമോ? പുള്ളി പറഞ്ഞു, ഓ ഇല്ല, അങ്ങനെയൊന്നും ഇവിടെ നടക്കാറില്ല. പറഞ്ഞു, നമുക്ക് ഈ സ്ഥലം കിട്ടാൻ ചാൻസ് ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, ഒരിക്കലും കിട്ടത്തില്ല, കാരണം ഇത് ഫുള്ളി ബുക്ക്ഡാ ത്രൂ ഔട്ട് ദ സമ്മർ. കർത്താവിനോട് പറഞ്ഞൊരു $1. ഞാനപ്പോൾ പാസ്റ്റർ PG വർഗീസ് അങ്കിളിന്റെ ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനുക്കളിൽ എന്നെഴുതിയ പുസ്തകം എൻ്റെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാനൊരു $1 എടുത്ത് എന്ത് ചെയ്തു, അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പൊന്തക്കാട്ടിലോട്ട് എറിഞ്ഞു, കർത്താവെ ഈ സ്ഥലം സുവിശേഷത്തിന് വേണ്ടി തരണം. ഞാനത് മറന്നു. പക്ഷെ 2019 ഒരു പ്രത്യേക ക്രൈസിസിലൂടെ ഞങ്ങൾ മിനിസ്ട്രി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് വേണ്ട, എനിക്കിതൊന്നും ചെയ്യാൻ വയ്യ, ഞാൻ പോയി എൻ്റെ ജോലിയൊക്കെ ചെയ്ത് എന്ത് ചെയ്തോളാം, ഭംഗിയായിട്ട് പൊക്കോളാം. കർത്താവ് പറഞ്ഞു, നിനക്കത് തിരഞ്ഞെടുക്കാം, ഇറ്റ്സ് യുവർ ചോയ്സ്. But when you stand in front of that day, you will be ashamed what you left behind. ഞങ്ങൾ ഉറപ്പിച്ചു, കർത്താവെ എനിക്കൊരു അടയാളം വേണം, ഈ പട്ടണത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലം സുവിശേഷത്തിന് വേണ്ടി തുറങ്ങണം. കർത്താവ് പറഞ്ഞു, ഞാനത് തുറന്നിരിക്കുക, നീ എന്താ ചോദിക്കാത്തത്? ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, വി ഷുഡ് ആസ്ക് ഫോർ ദിസ് പ്ലേസ്. അവർ പറഞ്ഞു, ഒരിക്കലും നടക്കത്തില്ല സ്റ്റാൻലി പാസ്റ്ററെ, കാരണം ആ സ്ഥലം ഫുള്ളി ബുക്ക്ഡ് ആണ്, നമുക്ക് വേറെ പാർക്കുകളുണ്ട്, അത് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ല, ദൈവം പറഞ്ഞു ഈ സ്ഥലം ചോദിക്കാൻ. അതൊരു ജൂലൈയിലായിരുന്നു. ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 1 വർഷത്തെ പ്രോഗ്രാം 1 വർഷം മുമ്പേ പ്രിപ്പയർ ചെയ്യുന്നവരാ. ഡിസംബറിലെ ഞങ്ങളുടെ ഈ വർഷത്തെ പ്രോഗ്രാംസ് എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, കഴിഞ്ഞ വർഷമേ. അന്നൊരു പ്രാർത്ഥനയാണ്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ജൂലൈ മാസത്തിലാണ് ഞങ്ങളിത് ചോദിക്കുന്നത്. ഓഗസ്റ്റ് ലാസ്റ്റ് ലേബർ ഡേ വീക്കെൻഡിൽ ഈ സ്ഥലം സുവിശേഷത്തിന് വേണ്ടി കിട്ടുമോ? സിറ്റി പറഞ്ഞു, ആരോ ഇത് ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ അവർ ക്യാൻസൽ ചെയ്തു ചില ദിവസങ്ങൾക്ക് മുമ്പ്. ഈ സ്ഥലം അവൈലബിൾ ആണ്. ഞങ്ങളത് ബുക്ക് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സിറ്റി എന്നെ തിരിച്ചു വിളിച്ചു, സ്റ്റാൻലി ആർ യു സ്റ്റിൽ ഗോയിങ് അഹെഡ്? ഞാൻ പറഞ്ഞു, എന്താ കാര്യം? വേറെ ഒരു സംഘടന ഇത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കണം. ഞാൻ ഓർത്തു മേ ബി ഏതെങ്കിലും ക്രിസ്ത്യൻ സംഘടനയായിരിക്കും. എന്നെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ച് അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യും. നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്യുക, വേറെ എല്ലാം കൂടെ ചെയ്യാൻ നിൽക്കരുത്. ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. അവൻ കർത്താവ് നിന്റെ ഇഷ്ടമാണെങ്കിൽ അതിൽ ഞാൻ സപ്പോർട്ട്. ഞാൻ ചോദിച്ചത് ആരാ? അവർ പറഞ്ഞു, നാഷണൽ യോഗ ടീം ഇവിടെ ഒരു 3 days അവരുടെ യോഗ നാഷണൽ കൺവെൻഷൻ നടത്താനാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ഈ സ്ഥലം ബുക്ക് ചെയ്തു. ദൈവം ചിലത് പറയുമ്പോൾ ആ സമയത്ത് ഇറങ്ങിക്കോണം, ആ സമയത്ത് ചെയ്തോണം. There are seasons and times which will not wait for you. You have to be obedient. നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ദൈവം പറയുമ്പോൾ ഇറങ്ങിക്കോണം. അങ്ങനെ ആ സ്ഥലം ലേബർ ഡേ വീക്കെൻഡിൽ സുവിശേഷത്തിന് വേണ്ടി, ഞാൻ അതിൻ്റെ പെർമിറ്റിന് വേണ്ടിയുള്ള നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും നടക്കുന്നത് വിത്ത് പെർമിറ്റ്, വിത്ത് ഇൻഷുറൻസ് എല്ലാമാണ്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിനോട് പറഞ്ഞ് അതിലിങ്ങനെ എഴുതണം, ഗോസ്പൽ ആൻഡ് മ്യൂസിക്. സുവിശേഷവും പാട്ടും ഉണ്ടായിരിക്കും, സുവിശേഷ പാട്ടല്ല. അങ്ങനെ അന്നു മുതൽ ആ വർഷം ദൈവം അത്ഭുതം നടന്നു. ഞാൻ ഒരുപാട് പേരെ പ്രതീക്ഷിച്ചു വന്നൊന്ന് പാട്ട് പാടാൻ, വന്നൊന്ന് സഹകരിക്കാൻ. ആരെയും കിട്ടിയില്ല. കർത്താവിനോട് പറഞ്ഞു വഴിയരികിലൊക്കെ ഉള്ളവരെ വിളിക്കാൻ. ഈ കൺട്രി ഗോസ്പൽ മ്യൂസിക് ഒക്കെ പാടുന്നവരുണ്ട്, അവരെല്ലായിടത്തും പോയി പാടും, കർത്താവിനെയും പാടും, ക്ലബ്ബുകളിലും പാടും. പക്ഷെ അവർ യേശുവിനെ ഭയങ്കര ഇഷ്ടമുള്ളവരാ. ദൈവം അവരെ കൊണ്ടുവന്നു, അവർ വന്ന് പാട്ടുപാടി സുവിശേഷം പ്രസംഗിച്ചു. 100 കണക്കിന് ആളുകൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അന്നു മുതൽ എല്ലാ വർഷവും സിറ്റി ഓഫ് പീറ്റർബറോ ആ സ്ഥലം സുവിശേഷത്തിന് വേണ്ടി ബ്ലോക്ക് ചെയ്തു. അവരെല്ലാ വർഷവും ജനുവരി ചോദിക്കും, നിങ്ങൾ ഗുഡ് ന്യൂസ് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ടോ? നമ്മുടെ ഉദ്ദേശം 2 ഉദ്ദേശമാണ് ഈ ഗുഡ് ന്യൂസ് ഫെസ്റ്റിവൽ. ഒന്ന്, സുവിശേഷം പബ്ലിക്കായിട്ട് നീ പ്രീച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള അന്ധകാര ശക്തിക്കെതിരെ നീ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യുക? ഒരു യുദ്ധം ചെയ്യുക. കർത്താവ് എന്താ പറഞ്ഞ? ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നു കളയാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ സകല നോൺസെൻസ് ആൻഡ് ഓൾ വോക്ക് തിങ്സ് ആൻഡ് പരേഡ്സ് ആൻഡ് ന്യൂഡ് തിങ്സ് ആർ ഹാപ്പനിങ് in the public places? അവർ വന്ന് അവിടെ അവകാശം പറയുക. കാരണം അവർക്ക് ഇതിന്റെ ഗുഡൻസ് അറിയാം. നാം എന്തുകൊണ്ട് അത് ഏറ്റെടുക്കുന്നില്ല? അപ്പൊ 2 ഉദ്ദേശമാ. ഒന്ന്, അവിടെയുള്ള പൈശാചിക മണ്ഡലങ്ങൾ എന്ത് ചെയ്യണം? പൊട്ടിമാറണം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നിനക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ. ഒരു ദേശത്ത് നീ ആയിരിക്കുമ്പോൾ അവിടെയുള്ള ബലവാനെ പിടിച്ചു കെട്ടാതെ നിനക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു മർമ്മം ദൈവം വെളിപ്പെടുത്തി. അതാണ് ഒന്നാമത്തെ ഉദ്ദേശം ഈ പബ്ലിക്കിൽ ഞങ്ങൾ ചെല്ലുന്നത്. With permit, with license, with insurance, everything. And we will invite the police department, the fire department, the mayor, the MP, MPP, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഈ രാജ്യത്തിലെ ആളുകളുടെ ഉള്ളിൽ ഈ തീ കത്തണം. ഒരു തീ ഇവരിൽ കത്തണം. ഇവരെ ദൈവം ഉപയോഗിക്കും. ഇന്ത്യക്കാരായ നമ്മൾ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട നമ്മൾ എന്തോ ചെയ്യാനാ? കർത്താവ് പറഞ്ഞു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത് സംഭവിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ആളുകളെ ഒരുക്കാൻ തുടങ്ങി. 7 വർഷങ്ങൾ ഞങ്ങൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് നടത്തി. പതുക്കെ 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 സഭകൾ മുന്നോട്ട് വരാൻ തുടങ്ങി.
ആളുകൾ, പാസ്റ്റേഴ്സ് മുന്നോട്ട് വരാൻ തുടങ്ങി, ചർച്ചുകൾ മുന്നോട്ട് വരാൻ തുടങ്ങി. ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഒരുക്കും, എന്നിട്ട് ഓരോ ചർച്ചിനെ ഇൻവൈറ്റ് ചെയ്യും. നിങ്ങൾ അരമണിക്കൂർ, അടുത്ത ആൾ അരമണിക്കൂർ. അങ്ങനെ ഒരു ഐക്യത കഴിഞ്ഞ 7 വർഷം കൊണ്ട് ആ പട്ടണത്തിൽ വെളിപ്പെട്ടു. അവിടെ സഭകൾ വളരാൻ തുടങ്ങി, ആ ഓൺ ആൻഡ് ദെയർ സ്നാനങ്ങൾ നടക്കാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമായി, ക്യാൻസറുകൾ. ഇതൊന്നും വെറുതെ പറയുമല്ല കേട്ടോ, ഞാനിതൊന്നും പ്രചരിപ്പിക്കാറില്ല. ടിജോയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. ആളുകളുടെ ഇയർ പീസൊക്കെ എടുത്തു കളഞ്ഞിട്ട് നടന്നുപോയി, ആളുകൾ സൗഖ്യമായി. ഇതൊക്കെ ലിറ്ററലി മുമ്പിൽ നടക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഞങ്ങളുടെ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരാളെ കൂട്ടാനല്ല, ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഇന്ന് 8ാമത്തെ വർഷം. സിറ്റിയിലെ പാസ്റ്റേഴ്സ് എല്ലാം എടുത്ത് പറഞ്ഞു, പാസ്റ്റർ സ്റ്റാൻലി, ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനമെടുക്കുക. കഴിഞ്ഞ 7 വർഷങ്ങൾ നിങ്ങളിത് ചെയ്തില്ലേ, ഈ വർഷം ഞങ്ങളിത് ചെയ്യാം. ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ. ഞാൻ പറഞ്ഞു, അവരെന്നോട് ഫേബയോട് ചോദിക്കുന്നത്, കാരണം ഇവിടുത്തെ ആളുകൾ അവർ ഭയങ്കര റെസ്പെക്ട് ചെയ്യും. നിങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ അവരെന്നെയും എൻ്റെ വൈഫിനെയും. ഞങ്ങളൊരു ഓർഡിനേഷനും പോയില്ല, ഞാനൊരു ബൈബിൾ സ്കൂളിലും പഠിച്ചിട്ടില്ല. ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്, മാനേജ്മെന്റ് ഡിഗ്രീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനൊന്നും പഠിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് ഇവിടുത്തെ ഏകദേശം 200 വർഷം പഴയമുള്ള ഒരു സംഘടന ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചു. ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ട് ഞങ്ങളെ അവർ ഓർഡൈൻ ചെയ്തു 2019. ആരോ പറഞ്ഞു ഇവിടെ ഒരു ചാരിറ്റി സ്റ്റാറ്റസ് ഉള്ളത് നല്ലതാ. ഫെബ്രുവരി 2019 ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഓഗസ്റ്റിൽ രജിസ്റ്റേർഡ് ചാരിറ്റി ആയി. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ഒന്നിൻ്റെ പുറകെ നീ പോകണ്ട, എല്ലാം വേണ്ടുന്നത് എന്ത് ചെയ്യും, ദൈവം അയക്കും. അങ്ങനെ ദൈവം വഴികൾ തുറക്കാൻ തുടങ്ങി. ഓരോ വർഷവും ഏകദേശം $60,000 to $100,000 വി സ്പെൻഡ് ഓൺ മിഷൻസ്. ഇന്ന് വരെ ഞാനൊരു സാലറി എടുത്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാം ഷട്ട് ഡൗൺ ചെയ്തു. പക്ഷെ ദൈവം കരുതി, ദൈവം പ്രൊവൈഡ് ചെയ്തു. ഒരു സ്തോത്രാഴ്ച ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഒരു ഫണ്ട് റൈസിങ് നടത്തിയിട്ടില്ല. $1 ലക്ഷം വേണ്ടപ്പോൾ 1 ലക്ഷവും വന്നു. 100 വേണ്ടപ്പോൾ 100 തന്നു. ചില ദിവസങ്ങളിൽ ഞാൻ ഈ കഴിഞ്ഞ 1.5 വർഷം ചില ദിവസങ്ങളിൽ ഞാൻ ഗ്യാസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആലോചിക്കും, എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ആ എമൗണ്ട് ഉണ്ടോ. പക്ഷെ ദൈവം കരുതും. ദൈവം ഒരിക്കലും ലജ്ജിപ്പിച്ചിട്ടില്ല, ആരുടെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. കാരണം നീ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ ആരുടെ മുമ്പിലും എന്ത് ചെയ്യത്തില്ല, നീ തലകുനിക്കാൻ ദൈവം എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. ഈ 8ാം വർഷം സഭകൾ ഒരുമിച്ച് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിത് നടത്താം. ഫേബയും സ്റ്റാൻലിയും ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. 7 വർഷം മുമ്പ് ഞങ്ങൾ ഇതാ സ്വപ്നം കണ്ടത്. അങ്ങനെ ഞങ്ങൾ ആർക്ക് ഓഫ് ഗോഡ് കാനഡ എന്നുള്ള ലേബൽ വരെ മാറ്റി പീറ്റർബറോയിൽ. ഈ വർഷം അത് അറിയപ്പെടാൻ പോകുന്നത് ചർച്ചസ് കമ്മിങ് ടുഗദർ ഫോർ ഗുഡ് ന്യൂസ് ഫെസ്റ്റിവൽ. ഏകദേശം 18ഓളം സഭകൾ ഒരുമിച്ച് വരികയാണ് അവിടെ കർത്താവിന് വേണ്ടി നിൽക്കാൻ. അവിടെ 40-50 വർഷമായി അവർ പറഞ്ഞു, ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഐക്യത കണ്ടിട്ടില്ല. ദിസ് ഈസ് ഗോഡ് ഹു ഈസ് ഡൂയിങ്. അതിനകത്ത് കാത്തലിക്സ് ഉണ്ട്, ബാപ്റ്റിസ്റ്റ് ഉണ്ട്, യുണൈറ്റഡ് ഉണ്ട്, പെന്റിക്കോസ്റ്റൽസ് ഉണ്ട്, റിഡീംഡ് ചർച്ചസ് ഉണ്ട്. അതിനകത്തൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുക. സഭകൾ വളരാൻ തുടങ്ങി. 2021 കർത്താവ് പറഞ്ഞു, ഇവിടെ കോവിഡ് നിമിത്തം സകലതും ബ്ലോക്കായി നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ കിട്ടി അവിടെ മീറ്റിംഗ് നടത്താൻ. കോവിഡ് കാലത്ത് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പീറ്റർബോറിലെ ന്യൂസ് പേപ്പറിൽ അത് വന്നു. ഓൺലി വൺ ഈവന്റ് വിച്ച് ഹാപ്പൻഡ് ഇൻ കോവിഡ് ഈസ് ദ ഗോസ്പൽ അറ്റ് ദ പാർക്ക്. ഞങ്ങൾ പറഞ്ഞ് പേരിട്ടതൊന്നുമല്ല, പേപ്പർ അവിടെ റിപ്പോർട്ട് ചെയ്തു. അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ കറക്റ്റ് 2 വീക്സിൽ ഡഗ്ഫോർഡ് ഒരു 2 ആഴ്ചത്തെ ഇളവ് പ്രഖ്യാപിച്ചു. എക്സാക്ട്ലി ലേബർ ഡേ വീക്കെൻഡ് അന്നും മീറ്റിംഗ് നടന്നു. 2021 ദൈവം വീണ്ടും ഒരു നിയോഗം തന്നു. മോനെ, ഇതിങ്ങനെ നിന്നെ കൊണ്ട് പറ്റത്തില്ല, പ്രാർത്ഥന ആരംഭിക്കണം. 2021 ഓഗസ്റ്റിൽ ഞാൻ എല്ലാ ദിവസങ്ങളും ആഴ്ചയിൽ മൾട്ടിപ്പിൾ ഡേയ്സ് ഏജാക്സ് ഞങ്ങൾ താമസിക്കും അവിടെ നിന്ന് പീറ്റർബറോ പോയി വരുമായിരുന്നു. ഒരു യാത്രയിൽ മടങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ട്രാൻസിലേക്ക്, ഒരു ദർശനത്തിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവിൻ്റെ വലത് സൈഡിൽ ഇരിക്കുന്നു. കർത്താവിനെ പോലെ, ദൈവദൂതനെ പോലെ എൻ്റെ കരത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, വുഡ് യു ഗീവ് മീ യുവർ ലൈഫ്? ഞാൻ ഒരു കർത്താവ്, ഞാൻ എൻ്റെ ജീവിതം തന്നതല്ലേ, ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ? വീണ്ടും ആ ശബ്ദം ചോദിച്ചു, വുഡ് യു ഗീവ് മീ യുവർ ടൈം? 3ാമതും കർത്താവ് പറഞ്ഞു, വുഡ് യു ഗീവ് മീ നിന്റെ ജീവിതം? എനിക്ക് അപ്പോൾ ഒരു റെവലേഷൻ കിട്ടി. എന്തുവാ നമ്മുടെ ജീവിതം എന്ന് പറയുന്നേ? 100 വർഷം നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമുക്ക്, ഹൗ വി ക്യാൻ മെഷർ ദ 100 years of a lifetime? 100 into 365 days into 24 hours into 60 minutes. ഓരോ മിനിറ്റും ഓരോ മണിക്കൂറുമാണ് നമ്മുടെ ജീവിതത്തെ അളക്കുന്നത്. കർത്താവ് ചോദിച്ചു, നിന്റെ പ്രയോറിറ്റി എന്തുവാ? വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? ഇഫ് യു ഗീവ് പ്രയോറിറ്റി ടു മീ, ഐ ആം ഗോയിങ് ടു യൂസ് യു. ഞാൻ കർത്താവെ, ഞാൻ സമ്മതിക്കാം. ഒരു 10-15 കിലോമീറ്റർ യാത്ര ഞാൻ അറിഞ്ഞില്ല, വണ്ടി ആരാ ഓടിച്ചെന്ന് പോലും. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ഡെയിലി പ്രയർ ഫോക്കസ്ഡ് ഓൺ റിവൈവൽ. ഞങ്ങളുടെ കൂടെയുള്ള 1-2 അമ്മച്ചിമാരോട്, ഇവിടുത്തുകാരാ, ഈ വിഷയം പറഞ്ഞു. അവർ പറഞ്ഞു, പാസ്റ്റർ സ്റ്റാൻലി, ഗോ ഹെഡ്. 2021 സെപ്റ്റംബർ 1 രാവിലെ 6 തൊട്ട് 7 വരെയുള്ള ഒരു പ്രാർത്ഥന ഞങ്ങൾ സൂമിൽ ആരംഭിച്ചു. ഈ 4 വർഷവും 8 മാസവും ഇതുവരെ അത് മുടങ്ങിയിട്ടില്ല.
7 ദിവസവും. ഇന്ന് ഞങ്ങൾക്ക് 4 പ്രോവിൻസുകളിൽ നിന്ന് ആളുകൾ അതിൽ ജോയിൻ ചെയ്യുന്നു. ഞാനിത് പറയുന്നത് ഈ സഭയ്ക്കും, ഞാൻ പല സഭകളിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള നമ്മുടെ ഒരു മലയാളി ദേവദാസൻ ഈ രാജ്യം വിട്ടു പോകാനായിട്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചു. താൻ ഒരുപാട് പ്രശ്നങ്ങളോട്, ഞാൻ പേര് പറഞ്ഞ എല്ലാവർക്കും അറിയുന്ന വ്യക്തി, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താ. ഞാൻ പറഞ്ഞു, ദേവദാസനെ, കർത്താവിനോട് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് പോകാനല്ല, നിങ്ങളെ കൊണ്ട് ഇവിടെ ഒരു പദ്ധതിയുണ്ട്, നിങ്ങൾ ഫ്യൂച്ചറിൽ പോകുമായിരിക്കും. ഈ ഒരു പ്രാർത്ഥന റെവലേഷൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചർച്ച് ഇന്ന് 5 ഇരട്ടിയായി. വൺ ഓഫ് ദി ഗ്രോയിങ് ചർച്ചസ് ഇൻ ദിസ് റീജിയൻ, ഇൻ ഒണ്ടാരിയോ. അന്നൊരു പ്രാർത്ഥന തുടങ്ങി. ഇന്ന് വരെ അത് അവസാനിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ആളുകളെ ആദ്യത്തെ 1.5 വർഷം ഞങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് 7 ദിവസവും ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യാൻ ദൈവം വിശ്വസ്തരെ എഴുന്നേൽപ്പിച്ചു. വീഡിയോ ഇല്ല, ഓൺലി ഓഡിയോ ആൻഡ് മൈക്രോഫോൺ. ഞങ്ങൾ പ്രാർത്ഥനാ മുറി എന്നാണ് പറയുന്നത്. 4 പ്രോവിൻസുകളിൽ നിന്ന് പല ആളുകൾ അത് ജോയിൻ ചെയ്യാൻ തുടങ്ങി. ആ പ്രാർത്ഥന മിനിസ്ട്രിയെ ഫ്യൂൽ ചെയ്യാൻ തുടങ്ങി. ദൈവം വാതിലുകൾ തുറന്നു. ഈ വർഷം ഞങ്ങൾ വീണ്ടും നൈറ്റ് പ്രയർ ആരംഭിച്ചു. 7 ദിവസവും രാത്രി 9 തൊട്ട് 10 വരെ സൂമിൽ വീണ്ടും പ്രാർത്ഥന ആരംഭിച്ചു. ഈ പ്രാർത്ഥനയില്ലാതെ ആമേൻ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നീ പ്രതീക്ഷിക്കരുത്. എല്ലാവരും ഞങ്ങളെ കാണുന്നത് പബ്ലിക് സ്റ്റേജുകളിൽ പോയി കാര്യങ്ങൾ ചെയ്യുന്നു, പല സിറ്റികളിൽ ട്രാവൽ ചെയ്യുന്നു. പക്ഷെ അതിന്റെ പുറകിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ ഒരുപക്ഷെ 100 പേരെ ഒന്നും കിട്ടത്തില്ല, 2 പേര് മതി. എൻ്റെ പ്രിയ ദൈവദാസൻ പറഞ്ഞ പാസ്റ്റർ സ്റ്റാൻലി, ഇന്ന് ഞങ്ങളുടെ സഭയിലെ ഓൾമോസ്റ്റ് എല്ലാവരും രാവിലത്തെ മീറ്റിങ്ങിൽ കയറുക. ഞാനൊരു റെസിപ്പി നിങ്ങളോട് പറയുക, എങ്ങനെ ഉണർവുണ്ടാകാം നിങ്ങളുടെ സഭയിൽ. ദൈവമാണ്. ഞങ്ങൾ പറയും 2 മിനിറ്റ് ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ചിലപ്പോഴൊക്കെ ഞാൻ സമയമുള്ളപ്പോൾ ഞാൻ കയറും, ഞാനൊരു വചനത്തിന് 5 മിനിറ്റ് പറയും. പക്ഷെ ആർക്കും പ്രാർത്ഥിക്കാം. നമുക്ക് സൺഡേയിലോ വെള്ളിയാഴ്ചയോ ഒന്നും എല്ലാവർക്കും അവസരം കിട്ടത്തില്ല. പ്രാർത്ഥിക്കാൻ കൊതിയുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? എത്ര പേർക്ക് പ്രാർത്ഥനാ വരമുണ്ട്? നിങ്ങൾ നിങ്ങളുടെ ദൈവദാസനോട് സംസാരിക്കും. ഞാൻ ഇവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഇടപെടാൻ വന്നതല്ല. പക്ഷെ ദൈവം നിങ്ങൾക്കൊരു നിയോഗം തന്നാൽ, മൺഡേയും ഫ്രൈഡേ അല്ല കേട്ടോ, 7 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ within 3 months you will see changes in this church and God will use you mightily. അതിനകത്തൂടെ ഒരുപാട് ലീഡേഴ്സിനെ എനിക്ക് കിട്ടി. ഒതുങ്ങിയിരുന്ന ഒരുപാട് പേരെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അവർ സുവിശേഷത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥന ആരംഭിച്ചു. 2022 1 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പീറ്റർബോറോയ്ക്ക് പുറത്തേക്ക് പോകണം. ലോങ് സ്റ്റോറി ഷോർട്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട്, ഇത് 8ാം വർഷമാണ്, 6 പ്രോവിൻസുകളിൽ 23 പട്ടണങ്ങളിൽ 44 സുവിശേഷ യോഗങ്ങൾ നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞാനും ഫേബയും മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യക്കാരായിട്ട്. ഇവിടെ നിന്നുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഞങ്ങൾക്ക് പല വർഷിപ്പ് ടീംസിനെ കൊണ്ടുവന്നു. ചില സമയങ്ങളുണ്ടായിരുന്നു, യൂട്യൂബിലെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, വർഷിപ്പ് ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ ദൈവം ആളുകളെ എഴുന്നേൽപ്പിച്ചു. പക്ഷെ ഈ വന്നവരാരും പൂർണ്ണരല്ല കേട്ടോ. 1 കല്യാണം കഴിച്ച് പൊട്ടിയവർ, 2 പൊട്ടിയവർ, 3 കഴിഞ്ഞവർ, ആമേൻ ബാറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ, ഇവരെയൊക്കെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. കാരണം അവർക്കൊരു ഹൃദയമുണ്ട്. കർത്താവിനോട് പറഞ്ഞു, അവരും മനുഷ്യരല്ലേ, അവൻ ജീവനോടെ നിന്റെ മുമ്പിൽ വന്നാൽ അതിന്റെ അർത്ഥം ഗോഡ്സ് പ്ലാൻ ഈസ് നോട്ട് ഓവർ യെറ്റ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളോ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ തടയുന്നത് എന്താണെന്നറിയാമോ? ദൈവമല്ല, പിശാചല്ല, അവരുടെ ഉള്ളിലുള്ള ഓർമ്മകളാ. നിങ്ങളുടെ ഗുണം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്ന് മറ്റുള്ളവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ നീ മൈൻഡ് ചെയ്യാതിരിക്കുന്നോ, അന്ന് നിന്റെ വിടുതൽ ആരംഭിക്കുക. അതൊരു ലോകപ്രകാരമുള്ള ഒരു സംസാരമാണെങ്കിൽ അതിന്റെ ആത്മീയ അർത്ഥം ഞാൻ പറയാം. ഇനിമേൽ ജീവിക്കുന്നത് ആരല്ല, ഞാനല്ല, അത് ക്രിസ്തുവത്രേ. ഞാൻ അവനിൽ മറഞ്ഞിരിക്കുന്നു. എന്നെ പറ്റി ലോകം എന്തു പറഞ്ഞാലോ, എന്തൊക്കെ ആഘോഷിച്ചാലോ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. പൗലോസിനെ പറ്റി എന്താ പറഞ്ഞേ? അവൻ കുലപാതകൻ, അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എന്നാൽ അതൊന്നും പൗലോസിനെ ബാധിച്ചില്ല. താൻ ദൈവരാജ്യത്തിന് വേണ്ടി ഓടി ഇങ്ങനെ എഴുതി, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ചപ്പന്നും ചവറന്നു വീണുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, God has brought you here. നിങ്ങൾക്ക് ജോലി കിട്ടും, വീട് കിട്ടും, വാഹനങ്ങളൊക്കെ കിട്ടും. അതൊന്നും ആയിരിക്കരുത് നിങ്ങളുടെ പ്രൈമറി അജണ്ട. God have a mission. എത്ര പേർ പറയും, കർത്താവേ, എന്നെ ഈ രാജ്യത്ത് കൊണ്ടുപോകുന്ന പദ്ധതിക്കായിട്ട് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. പൗലോസ് അപ്പോസ്തലൻ ഒന്നാമത് തനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, തന്നെ ആരാ വിളിച്ചത്. റോമാലേഖനം ഇങ്ങനെ നാം വായിക്കുന്നു, 4:21 അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. റോമർ 8 അപ്പോസ്തലൻ പറയുന്നു, തന്നെക്കുറിച്ചാണ് ഇത് പറയുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. I am persuaded
that nothing above or below in this world can separate me from the love of Christ. I was persuaded. എൻ്റെ ഉള്ളിൽ ഞാൻ ചെറുപ്പം മുതൽ എനിക്കറിയായിരുന്നു എൻ്റെ ഉള്ളിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ടീച്ചർ തന്നെ അറിയാൻ ഞങ്ങൾ ഒരുപാട് മിഷൻസിൽ കർണാടകയുടെ ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഉപയോഗിച്ചു. കാരണം ഉള്ളിലൊരു കത്തലുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും നിന്റെ ചെറുപ്പം മുതൽ ദൈവം നിന്റെ ഉള്ളിൽ ഒരു തീ ഇട്ടിട്ടുണ്ട്. അത് നീ സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രമോ അല്ല ഉപവസിച്ചത് കൊണ്ട് മാത്രമോ പ്രാർത്ഥിച്ചത് കൊണ്ടോ മാത്രമോ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ ദൈവത്തെ ചലിപ്പിക്കുമെന്ന. നോ, യുവർ പ്രയർ ചേഞ്ചസ് യു. നിന്റെ പ്രാർത്ഥന ദൈവത്തെ ചേഞ്ച് ചെയ്യത്തില്ല, നിന്നെയാ ചേഞ്ച് ചെയ്യുന്നത്. ഉപവാസങ്ങളും പ്രാർത്ഥനകളും സ്വർഗത്തെ ഒന്നും പിടിച്ചു കുലുക്കത്തില്ല. ഉപവാസം ആൻഡ് പ്രാർത്ഥന വിൽ ചേഞ്ച് യു. നമ്മെ അത് വ്യത്യാസപ്പെടുത്തുന്നത് കാലങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഇട്ടിരിക്കുന്ന ഒരു തീയുണ്ട്. അതെന്താണെന്ന് ഇന്ന് കർത്താവിനോട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അതാണ് ഞങ്ങളുടെ മിഷൻ തീം, ഇഗ്നൈറ്റിംഗ് നേഷൻസ് ആൻഡ് ജനറേഷൻസ് ഫോർ ആൻ എൻഡ് ടൈം റിവൈവൽ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പദ്ധതി ഏതാ? ബൈ കണക്റ്റിംഗ് പീപ്പിൾ വിത്ത് ഗോഡ്. നിങ്ങളെ ഞങ്ങളുടെ മിനിസ്ട്രിയുമായിട്ട് കണക്ട് ആകാൻ വന്നതല്ല, ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ വന്നതല്ല. ഐ എം കണക്റ്റിംഗ് സം ഓഫ് യു വിത്ത് ഗാഡ് ആൻഡ് ഇഗ്നൈറ്റ് എ റിവൈവൽ. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്. ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം I will pray for people and something will ignite in them towards God's purpose. പൗലോസ് പറയെ എനിക്കൊരു ഉറപ്പുണ്ട്, ഐ എം പെർസ്വേഡഡ്. അതുകൊണ്ടാ അപ്പോസ്തല പ്രവൃത്തി 19 വന്നപ്പോൾ താൻ പറഞ്ഞു, ഞാൻ ഉറച്ചിരിക്കുന്നു. എന്താ? ഞാൻ റോമിലെത്തും, ഞാൻ മാസിഡോണിയയിലെത്തും. ആ ഉറപ്പൊരു തീരുമാനം താൻ എടുത്തത് കൊണ്ട് അടുത്ത 5 വർഷങ്ങളുടെ പ്രതികൂലങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, പൗലോസിനെ തടയാൻ പറ്റിയില്ല. തൻ്റെ 3-ാം മിഷണറി യാത്ര താൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല. കപ്പൽ ഛേദമുണ്ടായി, തടവറകളുണ്ടായി. എന്നിട്ടും താൻ എവിടെ എത്തി? തന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നിവർത്തിക്കപ്പെട്ടു. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ there are times we need that assurance. ഇന്ന് ദൈവം ഇന്ന് രാവിലെ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നതാണ്. ഇന്ന് ചിലരൊക്കെ ഒരു ഉറപ്പെടുക്കണം. നിങ്ങൾ നാളെ എല്ലാം ചെയ്യുമെന്നല്ല, പക്ഷെ വരാൻ പോകുന്ന മാസങ്ങളിലും ആഴ്ചകളിലും വർഷങ്ങളിലും നിനക്കെതിരെ ഉയരാൻ പോകുന്ന പ്രതികൂലങ്ങളിൽ നീ പിടിച്ചു നിൽക്കണമെങ്കിൽ നിനക്കൊരു ഉറപ്പിലേക്ക് നീ ഇന്ന് വരണം. വർഷങ്ങൾക്ക് മുമ്പേ നീ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, ദൈവം നിന്നെ വിളിച്ചപ്പോൾ, ദൂതുകൾ തന്നപ്പോൾ നീ എടുത്ത ചില ഉടമ്പടികളുണ്ട് ദൈവത്തോട്. If you come back to that memory and remembrance and take a decision today, Lord is going to keep you safe and you will fulfill the purpose and the plan of God. ഈ അപ്പോസ്തല പ്രവൃത്തി 19 നടന്ന ഒരു ഉണർവുണ്ട് എഫെസോസിൽ. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ആഫ്റ്റർ ദിസ് തിങ്സ് വർ അക്കംപ്ലിഷ്ഡ്. എഫെസോസിൽ നടന്ന ഉണർവ് സത്യം പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2 വലുതാണെന്ന തിയോളജിയന്മാർ പറയുന്നത്. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. ഏഷ്യ മൈനറിൽ മുഴുവൻ സുവിശേഷം വ്യാപിച്ചു. ഒരുപക്ഷെ പൗലോസിന് അവിടെ അങ്ങ് അടിയാമായിരുന്നു അല്ലേ? സഭ വളർന്നു, വരുമാനമുണ്ടായി, സപ്പോർട്ടുണ്ടായി, തുറന്നോസിന്റെ പാഠശാല തുറന്നു, ഒരുപാട് കണക്ഷൻസ് ആയി. അവിടെ എല്ലാം അത്ഭുതങ്ങൾ. തൻ്റെ കർച്ചീഫും തൻ്റെ വസ്ത്രവും ഒക്കെ കൊണ്ടിട്ട് ആളുകൾ സൗഖ്യമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ കൊണ്ട്, ദൈവം ഈ രാജ്യത്ത് കൊണ്ട് നമ്മൾ അനുഗ്രഹമൊക്കെ കുറച്ചൊക്കെ പ്രാപിക്കുമ്പം അവിടെ നീ സെറ്റിൽ ആകരുത്. ദ റീസൺ ഐ എം ഹിയർ ടു ടേക്ക് യു ടു യുവർ കവനന്റ് വിത്ത് ഗോഡ്. ദൈവം എന്തിനയച്ചോ ഇന്ന് നീ ഒരു ഉറപ്പെടുക്കുകയാണെങ്കിൽ, പൗലോസ് എന്താ പറഞ്ഞത്? purposed in the spirit. ഇന്ന് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. കർത്താവേ, ഞാൻ കരഞ്ഞു നിലവിളിച്ച കാലങ്ങളുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ ജാഗരിച്ച സമയങ്ങളുണ്ട്. അന്ന് നീ എന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു ഞാൻ ചില ഉടമ്പടികളൊക്കെ എടുത്തിട്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടുത്തെ ജോലിയിലും ഇവിടുത്തെ വാഹനത്തിലും നന്മയിലും ഒക്കെ അങ്ങ് ആണ്ടു പോകരുത്. യുജോപതൻ എന്നെ വളരെ നന്നായിട്ട് അറിയാം. ദൈവം ഞങ്ങളെ നന്നായിട്ട് അനുഗ്രഹിച്ചു. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും കാണിച്ചു. വീടുകൾ തന്നു, മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് തന്നു, വാഹനങ്ങൾ തന്നു, മോട്ടോർ ഹോംസ് തന്നു, എല്ലാ കാര്യങ്ങളും ദൈവം കാണിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ചവറ, ഇതിന്റെ പുറകെ ഓടി തീർക്കാനല്ല. ഞങ്ങളെല്ലാം വിറ്റു, ഒന്നൊന്നായി വിറ്റുകൊണ്ടിരിക്കുക, ഇപ്പോഴും വിൽക്കാനിട്ടിരിക്കുക പലതും. കാരണം ഇതെല്ലാം ഒരു ഭാരമാ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ. ഇതെല്ലാം ദൈവം കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എന്ത് ചെയ്യണം? നീ സകലതും ചവർന്നെണ്ണണം. ഒരു കാലത്ത് പിതാക്കന്മാർ, കർത്താവിന്റെ ദാസൻ ഒരു സീനിയർ ശുശ്രൂഷകനാണെന്ന് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലാക്കുന്നു. പിതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന് അറിയാം, ഞാനിത് കണ്ടും കേട്ടും വളർന്നതാ. വേണ്ടെന്ന് വെച്ച സകലതും ഇന്ന് നമ്മൾ അതിന്റെ പുറകെ ഓടുകയാണ്. കേരളക്കരയിൽ ഒരു ഉണർവുണ്ടായിരുന്നു. ഭാര്യാപുരം യോനാച്ചനിലൂടെ ഒരു വലിയ ദൂത് കേരളത്തിലുണ്ടായി. കേരളത്തിൽ നിന്നൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെടും. അത് ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിലേക്ക് പടരും. അത് അവിടെ നിന്ന് ലോക രാജ്യങ്ങളിലേക്ക് പടരും.
എന്നാൽ 10-12 വർഷങ്ങൾക്ക് 13 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ആ വ്യക്തി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാ. എന്നാൽ അവിടം കൊണ്ട് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് IPC, AG, ഷാരോൺ, ചർച്ചകോട് എന്ന് വ്യത്യാസമില്ലാതെ സ്വന്തം സഹോദരങ്ങളെ കല്ലെറിയാൻ കല്ലെടുത്തപ്പോൾ, അന്യഭാഷയെ പബ്ലിക്കലി പുച്ഛിച്ച് ന്യൂസിലും മീഡിയ ടീമിലും ഒക്കെ ഇട്ട് ആഘോഷിച്ചപ്പോൾ ഒന്നവർ മറന്നുപോയി, അത് ദൈവകോപത്തിന് കാരണമാകും. ഞാൻ ജനിച്ചു വളർന്ന കേരളത്തിന്റെ കാലാവസ്ഥ അല്ല ഇന്ന്, നിങ്ങൾക്കറിയാം അല്ലെ, നരക തുല്യമാണ്. കാലാവസ്ഥ പോലും കേരളത്തിൽ മാറി. ദുർമരണങ്ങൾ ഒന്നിനപ്പുറത്ത് ഒന്നായി കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിൽ നടന്നു. കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് നടന്ന ദുർമരണങ്ങൾ, അകാല മരണങ്ങൾ എത്രയുണ്ട് പഴയ ആളുകൾക്കറിയാം. അങ്ങനെ ഒന്നും കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നൊരു കാലം. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം ഒരു ഉണർവിനെ early 2000-ൽ കേരളത്തിൽ അയച്ചു. ഞാൻ ആ ഉണർവിന്റെ ഭാഗമായിരുന്നു. അന്ന് ആ മീറ്റിംഗിൽ കൂടിയിരുന്ന ഏകദേശം 300-ലധികം പേരിൽ ഞാൻ ഉൾപ്പെടെ സകലരും ഇന്ന് ദൈവരാജ്യത്തിന്റെ വേലയിൽ ലോകരാജ്യങ്ങളിലാണ്. കേരളത്തിൽ ദൈവം ഒരു ഉണർവയച്ചു. ഞാൻ പറയാറുണ്ട്, ഇവിടെയുള്ള ആളുകളുടെ സംസാരിക്കുമ്പോൾ, കേരളത്തിൽ ഉണർവുണ്ടായതുപോലെ ലോകത്ത് ഒരിടത്തും ഉണർവുണ്ടായിട്ടില്ല. കേരളത്തിൽ നടക്കുന്ന പോലെ 7 ദിവസവും പ്രാർത്ഥനയും കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനയും നടക്കുന്ന ഏത് സ്ഥലം ലോകത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ? ദൈവം അയച്ച ഉണർവിനെ ചവിട്ടിക്കെളുത്താൻ തോന്നി. അവൻ തുടങ്ങി പരിശുദ്ധാത്മാവിനെ പുച്ഛിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവൻ ദൈവദാസന്മാരെ ആക്ഷേപിക്കാൻ തുടങ്ങി പരസ്യമായി. ഞാനൊരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, അറിയാത്തതിനെ ദുഷിക്കരുത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയത്തില്ല ഓരോ മനുഷ്യർ പോകുന്ന വേദനകൾ, ഓരോ ദൈവദാസന്മാർ കടന്നുപോയത്. അവർക്കൊരു തെറ്റോ കുറ്റോ പറ്റിയ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. നീ അതിന്റെ പുറകെ പോയാൽ ശാപം നീ വിളിച്ചു വരുത്തുകയാ. ദൈവം ആരെ ശിക്ഷിക്കത്തൊന്നുമില്ല. 10 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മണ്ടേ കയറി കൈവിട്ടാൽ താഴെ വീഴുക എന്നുള്ളത് ഗ്രാവിറ്റിയുടെ റൂളാണ്. അത് ദൈവം ചെയ്യുന്നതല്ല. കേരളത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ ഒരു കൂട്ടം എഴുന്നേറ്റപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അവിടെ നിന്നില്ല. എല്ലാ കുടുംബത്തിലും ചോരയും നീരുമുള്ള സകലത്തിനും ദൈവം എടുത്തു കേരളത്തിൽ നിന്ന്. എന്നിട്ട് എവിടെയൊക്കെ ഇട്ടു? അയർലൻഡിലും UK-ലും ഓസ്ട്രേലിയയിലും കാനഡയിലും എല്ലാം കൊണ്ടിട്ടു. ഇന്ന് മുക്കിന് എന്തുവാ? നമ്മുടെ സഭകളാ. കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് ടൊറന്റോയിൽ തന്നെ എത്ര സഭകളുണ്ടായിരുന്നു ചോദേ? നമ്മൾ ആദ്യം ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നോ 10-15 പേരെ ഉള്ളായിരുന്നു. ഇന്ന് 50-ലധികം സഭകളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നത്. എല്ലാം നല്ലതാ. ദൈവം അവിടെ ആരംഭിച്ചതിനെ പുച്ഛിച്ചപ്പം അതിനകത്തുനിന്ന് ദൈവം ഒരു ജനറേഷനെ പുറത്തെടുത്തു. ഇന്ന് കേരളത്തിൽ സഭകളിൽ ആളില്ല, വീടുകൾ അടഞ്ഞു കിടക്കുന്നു. ആമേൻ. എന്തുകൊണ്ട് ആ അവസ്ഥയിലേക്ക് വന്നു? ഒരു തലമുറ ചെയ്യേണ്ടത് ചെയ്യാതെ വന്നു. അതുകൊണ്ട് പുറപ്പാട് ലേഖനത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും എഴുതിയിരിക്കുന്നു, ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നു. എന്താ കാരണം? പറയേണ്ടത് പറയാതെയും ചെയ്യേണ്ടത് ചെയ്യാതെയും ദൈവം ഏൽപ്പിച്ചത് ചെയ്യാതെയും ഒരു തലമുറ ഈജിപ്തിലെ നന്മകളിൽ ആണ്ടുപോയപ്പോൾ അവർ പറയാൻ മറന്നുപോയി, ഞങ്ങളുടെ ഒരു വല്യപ്പനുണ്ടായിരുന്നു, ആമേൻ, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് മാനിച്ചൊരു ദൈവത്തെ പറ്റി അടുത്ത ജനറേഷനോട് പറയാതിരുന്നപ്പോൾ അവരെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത ഒരു തലമുറ, ഒരു ജനറേഷൻ രാജകുടുംബത്തിലുണ്ടായി. അവർ ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് കാനഡയിലും സംഭവിക്കുന്നത് ഇതാ. എന്തുകൊണ്ടാ? ദൈവം അനുഗ്രഹിച്ച ഈ നാട്ടിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാതെ വന്നപ്പോൾ ഇവിടെ ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം പാർലമെന്റിൽ വന്നു. അതുകൊണ്ടാണ് ഇന്ന് സഭകൾ പീഡിപ്പിക്കപ്പെടുന്നത്. എന്നാൽ എനിക്കൊരു നല്ല ഉറപ്പുണ്ട്, ദൈവം ഒരു ഉണർവിനായിട്ട് നമ്മളെ ഓരോരുത്തരും ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവം ഒരു പദ്ധതിക്കായിട്ട് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുക. എനിക്കറിയത്തില്ല നിങ്ങളുടെ കോളിംഗ് എന്താണെന്ന്. പൗലോസ് അപ്പോസ്തലനെ നോക്കിയേ, തന്നെ ദൈവം വിളിച്ചപ്പോൾ തൻ്റെ പഴയ കാലങ്ങൾ വിട്ടിറങ്ങി. 1-ാം മിഷണറി യാത്ര, താൻ പലതും ചെയ്യാൻ ആഗ്രഹിച്ചു, നടന്നില്ല. 2-ാം മിഷണറി യാത്രയിൽ താൻ ഒരു തീരുമാനമെടുത്തു, ഞാൻ റോമിൽ പോകും, ഞാൻ മാസിഡോണിയയിൽ പോകും. താൻ ഉറപ്പിച്ചു. ആ ഉറപ്പാണ് തന്നെ അടുത്ത ഒരു ഏഞ്ചലിക് വിസിറ്റേഷനിൽ ദൂതൻ തൻ്റെ അടുക്കൽ വന്നു. എപ്പോഴാ? പടക് തകരാൻ പോകുമ്പോൾ. ഞാനിത് ചിലരോടൊക്കെ വിളിച്ചു പറയട്ടെ, വളരെ ദുഷ്കാലങ്ങൾ മുമ്പിലുണ്ട്. ടൈം ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. മുൻപോട്ട് കാലങ്ങൾ അത്ര ഈസി ആകത്തില്ല. പക്ഷെ അതിനകത്ത് നിനക്ക് തൻ്റെടത്തോടെ പറയാം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവരുമായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോടൊരു ദൂത് പറഞ്ഞു. എന്താ? ഞാൻ റോമിൽ നിൽക്കും. പക്ഷെ അതിലേക്ക് അവനെ എത്തിച്ചത് അവനെടുത്ത ചില തീരുമാനങ്ങളാണ്. ഇന്ന് പ്രിയ സഭയോട് എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാം നിങ്ങൾക്കൊരു മിഷൻ മനസ്സുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ഏതൊരു സഭയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്കറിയാം അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ലീഡറുണ്ട്. If the leader is not for missions, the church cannot be in missions. And ഞാൻ അതിൻ്റെ ഫുൾ ഗൗരവം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. ഞങ്ങൾ മിനിസ്ട്രി ആയിട്ട് കടന്നു വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ പ്രാർത്ഥന ഇല്ലാത്തടത്ത് ഞങ്ങൾ പോകത്തില്ല. വെറുതെ ഒരു പേരിന് വേണ്ടി ഫേസ്ബുക്കിൽ ഇടാനും യൂട്യൂബിൽ ഇടാനും ആണെങ്കിൽ ഞങ്ങൾ പോകത്തില്ല.
കാരണം ഐ കെയർ ഫോർ ദ പീപ്പിൾ ഹു സ്റ്റെപ്പ് ഔട്ട് ഇൻ ഫെയ്ത്ത്. ഞങ്ങളുടെ കൂടെ വിശ്വാസത്തിൽ ഇറങ്ങിയ ആളുകളെ, ദിസ് ഈസ് എ സ്പിരിച്വൽ വാർഫെയർ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനും എത്തിപ്പെടാത്ത പല സ്ഥലങ്ങൾ, ന്യൂഫൺലാൻഡ് വരെ ഞങ്ങൾ പോയി, ഫുൾ ടീമായിട്ട്, RVയും സ്റ്റേജും സൗണ്ട് സിസ്റ്റവും, 10-22 പേര്. ഇവിടെയുള്ള ആളുകളെ എല്ലാവരുടെയും മുഴുവൻ ചെലവും മിനിസ്ട്രി വഹിച്ചു. ദൈവം പ്രൊവൈഡ് ചെയ്തു, ഫ്ലൈറ്റ് ടിക്കറ്റ് തൊട്ട് ഹോട്ടൽ തൊട്ട് സകലതും. കാരണം അവർ ദൈവത്തെ വിശ്വസിക്കുന്നവർ. ഐ വിൽ നോട്ട് ബ്രിങ് ദം ടു എനിവെയർ ഇഫ് ദാറ്റ് ഈസ് ജസ്റ്റ് ഫോർ എ ഷോ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ തൻ്റെ ഇടത്തോട് പറയാൻ, ഈ സഭയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇതിനകത്ത് ചിലരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് how many of you will take a decision that you will purpose in your spirit? എന്താണ് നിങ്ങളുടെ calling? എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളെ ദൈവം എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇന്ന് നിങ്ങൾ അതിനൊരു തീരുമാനം എടുക്കുവാണെങ്കിൽ, ടുഡേ ഇറ്റ്സ് ഗോയിങ് ടു ബി എ മൈൽസ്റ്റോൺ ഇൻ യുവർ ലൈഫ് ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു പ്രിപ്പയർ യു ആൻഡ് എക്വിപ്പ് യു ഫോർ വാട്ട് ഈസ് കമ്മിങ്. ഒരു ഈവന്റ് നടത്താൻ വലിയ പാടൊന്നുമില്ല. We can do that. But how many of you, I want to see that how many of you will start praying from here? ഇന്ന് മുതൽ, ദൈവമേ, ഞാനൊരു ഉറപ്പെടുക്കുക, ഒരു ഉണർവിന് വേണ്ടി എന്നെ ഒന്ന് ഒരുക്കണമേ. ഈ സഭയിൽ ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. എന്താണ് എൻ്റെ പദ്ധതി? നിങ്ങൾക്ക് ഒരുപാട് കുറ്റം പറയാൻ പറ്റും, മറ്റവരെ പറ്റി, ഇവരെ പറ്റിയൊക്കെ. പക്ഷെ God brought you here with a purpose in this church. ഞാൻ എല്ലാവരും കൈവക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇഫ് യു ആർ ദാറ്റ് പേഴ്സൺ, ഞാൻ പറഞ്ഞല്ലോ, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിഷൻ തീമാണ് ഇഗ്നൈറ്റിംഗ് എ റിവൈവൽ. ഐ ആം ഗോയിങ് ടു പ്രേ വിത്ത് യു. നിങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനൊന്നും കൊണ്ട് നടക്കുന്നില്ല. പക്ഷെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, വിച്ച് ഹാസ് ഓപ്പൺ ഡോഴ്സ്. പട്ടണങ്ങൾ തുറക്കപ്പെട്ടു, സംസ്ഥാനങ്ങൾ തുറക്കപ്പെട്ടു. നോവാ സ്കോഷ്യയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ ഒരിക്കലും ഒരു ക്രിസ്തീയ പ്രോഗ്രാം നടന്നിട്ടില്ല. അതിൻ്റെ വാതിൽ ദൈവം തുറന്നു. 45 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിനകത്തൊരു സുവിശേഷ യോഗം നടക്കുന്നത്. പബ്ലിക് സ്ഥലങ്ങൾ ദൈവം തുറന്നു. എന്താണെന്നറിയാമോ? ബിക്കോസ് ഓഫ് ദി അനോയിന്റിങ്, ബിക്കോസ് ഓഫ് ദ പ്രയർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി, ഞാൻ കർത്താവിൻ്റെ ദാസന്റെ പെർമിഷനോട് കൂടെയാണ് ഇത് ചെയ്യുന്നത്. ബിക്കോസ് ഐ ഓണർ ദി അതോറിറ്റീസ് ആൻഡ് ദ ലീഡേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സ്. ദൈവം ഈ സഭയെ ഉപയോഗിക്കാൻ പോവുക. ഇതിനകത്ത് എല്ലാവരും ഉപയോഗിക്കുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ നോ ദാറ്റ് ദർ ആർ പീപ്പിൾ ഹു ആർ ക്രൈയിങ് ആൻഡ് പ്രേയിങ്. ദൈവം എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എൻ്റെ പദ്ധതി നിറവേറാൻ എന്നെ സഹായിക്കണമേ. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളെ തന്നെ ത്യജിക്കണം. യു ഹാവ് ടു ലെറ്റ് ഗോ. ഡോണ്ട് വെയിറ്റ് ഫോർ പീപ്പിൾസ് അപ്രീസിയേഷൻ. ആളുകൾ നിന്നെപ്പറ്റി എന്ത് കരുതും എന്ന് പറയരുത്. വർഷിപ്പ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വർഷിപ്പ് എന്ന് ചോദിക്കാൻ നിൽക്കരുത്. മെസ്സേജ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മെസ്സേജ് ചോദിക്കാൻ നിൽക്കരുത്. റീച്ച് കൂട്ടാനും ലൈക്ക് കൂട്ടാനും ഒന്നും നിൽക്കരുത്. നമ്മുടെ ജഡം ഉടയണം. ആരൊക്കെ നിന്നെ അംഗീകരിച്ചാലും ഇല്ലേലും ദൈവം നിന്നെ വിളിച്ചത് നീ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം ആമേൻ സ്വയമായി ഉടയേണ്ട ഭാഗങ്ങൾ ഉടയുവാൻ പരിശുദ്ധാത്മാവ് ചിലരെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. ആരും പൂർണ്ണരായിട്ടല്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ ഒന്ന് സറണ്ടർ ചെയ്യണം. പൗലോസ് ഇങ്ങനെ ഉറപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ നടന്നു, ഒത്തിരി ഉണർവ് നടന്നു, ഒത്തിരി അനുഗ്രഹങ്ങൾ നടന്നു. ഞാൻ ഉറപ്പിക്കുന്നു, ഞാൻ റോമിൽ നിൽക്കും. അടുത്ത ദിവസങ്ങൾ ദൈവം ഇതിനകത്ത് ചിലരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല അത് ആരാണെന്ന്. പക്ഷെ ഐ വോണ്ട് യു ടു ക്ലോസ് യുവർ ഐസ് wherever you are. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്കറിയാം ഇവിടെ നല്ല വചനം സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്താലും അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ദൈവവചനമാണ് ഞങ്ങളെ നടത്തിയത്. ദൈവവചനമാണ് വാതിലുകൾ തുറന്നത്. കർത്താവ് പറഞ്ഞു, നീ പോ, ഞാൻ വാതിൽ തുറക്കും. നീ പോ, ആമേൻ, ഞാൻ ആമേൻ ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കും. ദൈവം വഴികൾ തുറന്നു, വാതിലുകൾ തുറന്നു. പോരാട്ടങ്ങൾ അനവധി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ആഴം അനുസരിച്ച് നീ പല പ്രതിസന്ധി കൂടെയും പോകും. ഞാൻ പലപ്പോഴും പറയും, 5 വർഷം മുമ്പ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അതെന്നെ തകർത്ത് കളഞ്ഞേനെ. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ ആക്കി വെക്കത്തുള്ളൂ. ദൈവത്തിന് സ്വപ്നമുണ്ട്, ദൈവത്തിന് ആഗ്രഹമുണ്ട് നിന്നെ ഉപയോഗിക്കാൻ. പക്ഷെ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അത് നിന്റെ മേൽ പകരത്തില്ല. കാരണം നിന്റെ തുരുത്തി പുതിയതാകണം. ഈ അനോയിന്റിങ്ങിന് പവറുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ദൈവത്തിന് നിന്നേക്കാൾ സ്വപ്നമുണ്ട് നിന്നെ ഉപയോഗിക്കാൻ. പക്ഷെ നിന്റെ തുരുത്തി പുതിയതാകാത്തിടത്തോളം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് വരത്തില്ല. ഈ നിമിഷം ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ ദാസൻ എനിക്ക് അല്പസമയം കൂടെ അനുവദിച്ചു. തന്നോട് ദൈവം ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അല്പസമയം കൂടെ നേരത്തെ പറഞ്ഞതിൽ നിന്ന് എടുത്തത്. പക്ഷെ സമയത്തിനകത്ത് തന്നെ നിർത്തും. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. റാബാന ശാന്തനെ വൈഡിബിരിയാൽ പ്രോഘോഷിയാന്തന ഹസ്തൽ പ്രേഹേനിയാന്തന
ഹോളി ഗോസ്റ്റ്, വി താങ്ക് യു, വി താങ്ക് യു, വി താങ്ക് യു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ജസ്റ്റ് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, അന്യഭാഷയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളിലേക്ക് ദൈവം ചിലത് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്, ദൈവം ചിലത് തുറക്കാൻ പോവുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ ആത്മമണ്ഡലത്തെ തുറക്കും, ചില കാര്യങ്ങളെ ഉറപ്പിക്കും. ആ ഉറപ്പിലേക്ക് നീ ചില തീരുമാനങ്ങൾ ഇന്ന് എടുക്കണം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും ഒന്ന് എൻ്റെ പ്രസംഗത്തിന്റെ ശൈലി കൊണ്ടൊന്നും ആകരുത് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നോട് ചിലത് ഇടപെടും. ചിലതൊക്കെ നിങ്ങൾ ഓർക്കാൻ പോവുക. കഷ്ടതയിൽ നീ എടുത്ത തീരുമാനങ്ങൾ, കണ്ണീരോടെ യാചരിച്ച സമയങ്ങൾ, ദൈവം ഇടപെട്ട നാളുകൾ, ദൈവം ഇടപെട്ട ദൂതുകളെ, ചിലതിനെയൊക്കെ ദൈവം ഇപ്പോൾ ഓർപ്പിക്കുകയാണ്. റീബാന ഷാംദേ റബൽ പ്രൗഡി ബിനിയാന്തന റാൽപ്രാക ഷേസ്തേ റെഹോനിയാന്തന ഹൽപ്രേ കേഷേസ്തിരിയാന്തന. ഒരു ചില നിമിഷങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ടച്ച്, അങ്ങനെ ഒരു ഇഗ്നിഷൻ, ദൈവമേ ഞാൻ ഇന്ന് ചിലത് തീരുമാനിക്കുകയാണ് എന്നുള്ളവർക്ക് അവിടങ്ങൾ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല. പക്ഷെ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ വിൽ ബി ദെയർ. നീ എവിടെ പോയാലും എൻ്റെ നാമവുമായി ഞാൻ അവിടെ ഉണ്ടായിരിക്കും, അല്ലാത്ത സ്ഥലങ്ങളിൽ പോകത്തില്ല. ഈ മെയ് മാസത്തിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വളരെ ധൃതി പിടിച്ച് ഇവിടെ വരാൻ ദൈവം എന്നെ സഹായിച്ചത്. ചില തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവേ എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയാണ്, പക്ഷെ ദൈവം നിന്നിലൊരു തീയിടും. നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കവനൻസ് ഉണ്ട്, ഒരുപാട് പ്രോമിസസ് ഉണ്ട്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ അതിനെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന ചില അന്ധകാര മേഖലകളുണ്ട്, ചില ആക്യുസേഷൻസ് ഉണ്ട്. നിന്റെ കഴിഞ്ഞ കാലങ്ങളെ, നിന്റെ വീഴ്ചകളെ, നിന്റെ തകർച്ചകളെ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയൊക്കെ ഓർപ്പിച്ച് നിന്നെ ബലഹീനമാക്കുന്ന ഒരു മണ്ഡലമുണ്ട്. അതിനുമേൽ ദൈവം ഒരു ജയം തരാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കണ്ണുകളെ അടച്ചിരിക്കാം, എല്ലാവരും കണ്ണുകളെ അടച്ചിരിക്കാം. നിങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല, പക്ഷെ എനിക്കറിയാം ഇതിനകത്ത് ആരെയൊക്കെയോ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതൊക്കെ സ്ഥലത്ത് പോയാലും ഐ ഹാവ് സീൻ ഇറ്റ്. ഗോഡ് ഈസ് ടച്ചിങ് പീപ്പിൾ. Today, Lord is going to touch somebody. Don't look around, even if it is one person. I don't want like all the people, but if there is one person, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ചെറുപ്പം മുതൽ നിനക്കറിയാം. നീ ദൈവത്തോടു കൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴൊന്നുമല്ല അത് നിന്നോട് ഇടപെടാൻ തുടങ്ങിയത്. പക്ഷെ നീ സ്ട്രഗിൾ ചെയ്യുക, നീ ഫൈറ്റ് ചെയ്യുക, യാക്കോബ് ഫൈറ്റ് ചെയ്തതുപോലെ. Thank you, Jesus. I want Pastor to come with me. Amen. To stand with me as we pray for these people. എല്ലാവരും കണ്ണുകളെ അടച്ച്, ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. One of the big challenges when I speak in the Malayali churches, because we judge others. ഇങ്ങനെ ആരും നിൽക്കരുത്. നിങ്ങൾ വിധിക്കാനാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒന്നും നേടത്തില്ല. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നെങ്കിൽ നിങ്ങളുടെ ഏജ് ഒരു കുഴപ്പമില്ല. എൻ്റെ കൂടെയുള്ള മെയിൻ ആളുകളെല്ലാം 70 വയസ്സ് മേളിലുള്ളവരാ കേട്ടോ. 80 വയസ്സുള്ളവരൊക്കെ എൻ്റെ കൂടെയുള്ള മെയിൻ തൂണുകളെ ദൈവം തന്നിരിക്കുന്ന അപ്പച്ചമാരും അമ്മച്ചിമാരും. പ്രായം ഒരു വിഷയമല്ല. നിന്നിലൂടെ ചിലത് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു 10 നിമിഷം കൂടെ ഞാൻ വീണ്ടും അതിലേക്ക് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ അങ്ങയുടെ വാഗ്ദത്തമുണ്ട്, അങ്ങനോട് പറഞ്ഞ ഒരു ആലോചനയുണ്ട്. wherever you go in my name I am there and I have seen it over and over and over again. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഫിസിക്കൽ രോഗ സൗഖ്യങ്ങളും സംഭവിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എവിടെയെല്ലാം പരിശുദ്ധാത്മാവ് മൂവ് ചെയ്തിട്ടുണ്ടോ ആന്തരിക സൗഖ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഫിസിക്കൽ സൗഖ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ഇഷ്ടമാ. ഇന്ന് ദൈവം ചെയ്യാൻ പോവുകയാണ്. എന്നാൽ മിഷനിലേക്ക് ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഒരു പ്രാർത്ഥനാപരമായിരിക്കാം, പ്രവചനപരമായിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിരിക്കാം, കർത്താവിന്റെ ദാസന് കൈത്താങ്ങൽ കൊടുക്കാനായിരിക്കാം. അതല്ലെങ്കിൽ നിന്നെ കുറിച്ചൊരു പദ്ധതി ദൈവം ഇട്ടിട്ടുണ്ട്, നിനക്കതിന്റെ ക്ലാരിറ്റി ഇല്ല. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 19:21 ആമേൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഐ പർപ്പസ്ഡ് ഇൻ മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിൽ ഞാൻ ഉറയ്ക്കുന്നു. ഇന്ന് തീരുമാനം എടുക്കുന്ന ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ വരും ദിവസങ്ങളിൽ നിങ്ങളത് കാണും. പ്രതികൂലങ്ങൾ വരും, വരത്തില്ലെന്നല്ല, കൊടുങ്കാറ്റ് വരും. ഈവൻ നിങ്ങൾ ആശ്രയിച്ചിരുന്ന ആ കപ്പൽ വരെ തകർന്നും തോന്നും. ദൈവത്തിനൊരു കപ്പൽ വേണ്ട നിന്നെ ദൈവം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിക്കാൻ. ഇന്ന് നീ ആശ്രയിക്കുന്ന പലതും നിന്റെ കയ്യിൽ നിന്ന് പോയെന്നിരിക്കും. എന്നാൽ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ അവൻ നിവർത്തിക്കും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ഉറപ്പിന്റെ ശുശ്രൂഷ ഇവിടെ നടക്കുകയാണ്. നിന്റെ പഴയ കാലങ്ങൾ ദൈവത്തിന് ആഗ്രഹമില്ല. നീ പാപിയായിരിക്കുമ്പോൾ തന്നെ ദൈവം നിന്നെ സ്നേഹിച്ചതാ. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ വെറുതെ കേട്ടുകൊണ്ട് ഇവിടുന്ന് പോകരുത്. ഐ ബിലീവ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടർ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കായംകുളത്തുള്ള പ്രിയ കർത്താവിന്റെ ദാസൻ വന്ന ശുശ്രൂഷയിലാണ് ഞാൻ അഭിഷേകം പ്രാപിച്ചത്. I don't forget that day even today.
എന്നെ പരിശുദ്ധാത്മാവ് പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിൽ തൊട്ടിട്ടുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ഞാൻ അന്ന് പ്രാപിച്ച ഒരു ദർശനം ഇന്നും മറന്നിട്ടില്ല. ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ചിലത് സംസാരിക്കുകയാ. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾ ചിലർ ഉറപ്പോടെ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. ക്യാൻ യു ടേക്ക് ദ ഡിസിഷൻ ഇൻ യുവർ സ്പിരിറ്റ്? കർത്താവേ, ഞാൻ നിൽക്കാം നിനക്ക് വേണ്ടി, ഞാൻ പ്രവർത്തിക്കാം നിനക്ക് വേണ്ടി, ഞാൻ ചെയ്യാം നിനക്ക് വേണ്ടി എന്ന് തീരുമാനമെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദര, കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടായിരിക്കാം. എന്നോട് വീണ്ടും വീണ്ടും ദൈവാത്മാവ് പറയുന്നത് നിന്നെക്കുറിച്ച് ഒരു ഇമേജ് പലരുടെ മനസ്സിലുണ്ടെന്നാ. പ്രിയ സഹോദര സഹോദരി, ആ ഇമേജിനെ ഒന്നും നീ നോക്കണ്ട. നിന്നെ വാല്യൂ ചെയ്യുന്നത് ദൈവമാ. ദൈവം ഒരു പുതിയ പേരിടുകയാ. ആ രാത്രിയിൽ ദൈവം യാക്കോബിനൊരു പേരിട്ടു, ഇസ്രായേൽ. അത് പബ്ലിഷ് ചെയ്യാനോ ഫേസ്ബുക്കിൽ ഇടാനോ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും ആരുമില്ലായിരുന്നു. 5000 വർഷങ്ങൾക്ക് ഇപ്പോഴും ഇസ്രായേൽ എന്ന ആ പേര് നിലനിൽക്കുകയാ. ദൈവം നിന്നെ പേര് മാറ്റും. ദൈവം നിന്റെ ഇമേജിനെ മാറ്റും. നീ ആളുകൾ നിന്നെ പറ്റി എന്ത് പറയുന്നോ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളോ അവിശ്വാസമോ ഒന്നും നിന്നെ മുന്നോട്ട് പോകുന്നതിൽ തടയത്തില്ല, നീ സമർപ്പിച്ചാൽ. ആ കാൽവറി ക്രൂശിലേക്ക് ഒന്ന് നോക്കിയേ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവിന് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കൊന്ന് ക്ഷമിക്കാൻ കഴിയാമോ? ഒരു കാര്യം കൂടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. നിന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടായിരുന്നവരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നീ ആഗ്രഹിച്ചവരും നിന്നെ തള്ളിയതിൽ ഒരു വേദന നിനക്കുണ്ട്. അത് നിന്റെ മനസ്സിൽ നിന്ന് പുറത്തു കളയാൻ പറ്റുമോ? നിന്റെ കുടുംബത്തിലുള്ളവരോ ചാർച്ചക്കാരോ ദൈവസഭയോ ദൈവദാസന്മാരോ ആരും ആയിക്കൊള്ളട്ടെ, അതിനെ ഒന്ന് വിട്ടുകളയാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ക്യാൻ യു ലെറ്റ് ഇറ്റ് ഗോ? ആ തീരുമാനം ഒന്ന് എടുത്താട്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധ ആത്മാവേ, ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങളുടെ വലംകരം ഒന്ന് ചേർത്ത് പിടിച്ചാട്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, നീ തന്ന ഒരു ആലോചനയുണ്ട്, നീ തന്നൊരു ദൂതുണ്ട്. ഐ വിൽ ബി ദേർ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. കർത്താവേ, കർത്താവിന്റെ ദാസനോടൊപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ റെവറൻസോടും കൂടി അങ്ങയുടെ നാമത്തിന് ഞാൻ മഹത്വം തരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസനെ ഇവിടെ ഇടയനായി ദൈവം അയച്ചു. അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഭാരങ്ങൾ അലിഞ്ഞ് അവരുടെ ഉള്ളിൽ നിന്ന് മാറട്ടെ. അവർക്കെതിരെയുള്ള കുറ്റങ്ങൾ, ആരോപണങ്ങൾ, അവിശ്വസ്തതകൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ അവരുടെ മനസ്സിൽ നിന്ന് മാറട്ടെ. ബിക്കോസ് ജീസസ് പെയ്ഡ് ദ പ്രൈസ്. എന്റെ ഗുണം കൊണ്ടല്ല, അങ്ങയുടെ ഗുണം കൊണ്ട്, അങ്ങ് ക്രൂശിൽ അത് നിവർത്തിച്ചത് കൊണ്ട് അത് വിട്ടുമാറട്ടെ. അവരുടെ ഉള്ളിൽ മുറിവായി കിടക്കുന്ന വേദന, തിരസ്കരിക്കപ്പെട്ടത്, റിജക്ഷൻസ്, എവറി ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി, ഐ ക്യാൻസൽ ദാറ്റ് ഇൻ ജീസസ് നെയിം. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ സകല ഡിപ്രഷനും ഇവിടെ പൊട്ടിമാറട്ടെ. ഇതിനകത്ത് ഡിപ്രഷനോട് വന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നിന്നെ ടച്ച് ചെയ്യുകയാണ്. ഇഫ് യു അലൗ ഗോഡ് ടു ടച്ച് യു, യു ആർ ഗെറ്റിംഗ് ഹീൽഡ് റൈറ്റ് നൗ. ബൈ ഹിസ് സ്ട്രൈപ്സ് വി വെയർ ഹീൽഡ്. അവന്റെ അടിപ്പിണരുകളാൽ അവൻ നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ഡിപ്രഷൻ എന്നാൽ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള നിന്റെ ഭയമാ. ആൻസൈറ്റി എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ കുറിച്ചുള്ള നിന്റെ ഭയമാ. ഡിപ്രഷൻ ഈസ് ദ ലൈ അബൌട്ട് യുവർ പാസ്റ്റ് ആൻഡ് ആൻസൈറ്റി ഈസ് ദ ലൈ അബൌട്ട് യുവർ ഫ്യൂച്ചർ. ഇന്ന് പകൽക്കാലം ആ ഡിപ്രഷനെ മാറ്റുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇതെല്ലാം ഫണ്ടമെന്റലി ഒറ്റ കാര്യം, കർത്താവിൽ വിശ്വസിക്കുക. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഇന്ന് തീരുമാനമെടുത്തവരുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ തരം ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്. ലോർഡ്, യു ഗേവ് മീ ദിസ് പ്രോമിസ്. ഐ ആം ഗോയിങ് ടു ഇഗ്നൈറ്റ് സംതിങ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഒരു ഇഗ്നിഷൻ ഉണ്ടാകട്ടെ, ഒരു കത്തൽ ഉണ്ടാകട്ടെ, ഒരു ഓർമ്മ ഉണ്ടാകട്ടെ. ഇന്ന് ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തത് കൊണ്ട് ദൈവം അതിനെ ഓണർ ചെയ്യുകയാണ്. In the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തമാണ്. നീ പോയി എന്റെ സുവിശേഷം പ്രസംഗിക്ക്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ഇന്ന് ഇവിടെ തീരുമാനമെടുത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ദൈവമേ ഒരു ഉണർവിനെ അവിടുന്ന് അയച്ചിരിക്കിയാൽ സ്തോത്രം. കർത്താവ് തൊട്ടിരിക്കിയാൽ സ്തോത്രം. ചില തീരുമാനങ്ങൾ അവർ എടുത്തിരിക്കിയാൽ സ്തോത്രം. ഒരു ഉറപ്പ്, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും. എൻ്റെ ആത്മാവിൽ ഞാൻ ഉറപ്പിക്കുന്നു. ലോർഡ്, ഐ ബ്ലസ് ദിസ് പീപ്പിൾ ടുഡേ. ഓപ്പൺ ഡോർസ് സൂപ്പർനാച്ചുറലി. അവരുടെ ജോലി, അവരുടെ ബിസിനസ്, അവരുടെ ആത്മീയ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഡിവോഴ്സിന്റെ വക്കത്തേക്ക് എത്തി നിൽക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ലോകത്തിനറിയത്തില്ല, പക്ഷെ ഇന്ന് ദൈവം നിന്നെ ഹീൽ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുടുംബപരമായ വിഷയങ്ങളിലായിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, അങ്ങെല്ലാം ചെയ്തിരിക്കാൻ സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി ഈ കൂട്ടത്തെ ഒരുക്കുന്നതിനായി സ്തോത്രം. അവരോടുള്ള വാഗ്ദത്തത്തിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം ഐ പ്രേ. Amen and amen and amen. God bless you everybody. Thank you, Pastor. Thank you, church.